Good morning. കേൾക്കാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക്? ഓക്കെ. യെസ്. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഏതായിരുന്നു? ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ എന്ന ചാപ്റ്റർ ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് അല്ലെ? ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്നും അക്യൂർ ചെയ്യുന്ന ഇൻഫെക്ഷൻ ആണ് ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ. അല്ലെ? അതിനറിയപ്പെടുന്ന മറ്റു പേര് ഏതാണ്? നോസോഫോമിയൽ ഇൻഫെക്ഷൻ. ഓക്കെ. പിന്നെ നമ്മൾ അതിനകത്ത് സിംറ്റംസുകൾ പറഞ്ഞു. പിന്നെ ഏതാണ്? സോഴ്സുകൾ അല്ലെ? സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ഇൻ ദ ഹോസ്പിറ്റൽ. പിന്നെ ആർക്കൊക്കെയാണ് നോസോഫോമിയൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുള്ളവർ ആരൊക്കെയാണ് അല്ലെ? പിന്നെ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ട്രാൻസ്മിഷൻ, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. ട്രാൻസ്മിഷൻ രീതികൾ ഏതൊക്കെയാണ്? ഈ ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള പല രീതികൾ, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. ട്രാൻസ്മിഷൻ രീതികൾ ഏതൊക്കെയാണ്? ഇതിന് മെയിൻ ആയിട്ട് മോസ്റ്റ് കോമൺ എന്ന് പറയുന്നത് ഏത് മോഡാണ്? നമ്മൾ പറഞ്ഞത് കോൺടാക്ട് ആണ് അല്ലെ? കോൺടാക്ട് ഓർ ഹാൻഡ് ബോൺ, DORNE. കോൺടാക്ട് അല്ലെങ്കിൽ ഹാൻഡ് ബോൺ ട്രാൻസ്മിഷൻ ആണ് ഏറ്റവും മോസ്റ്റ് കോമൺ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. ഈ ഇൻഫെക്ഷൻ പകരാനായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഏറ്റവും സാധാരണമായിട്ടുള്ള പേജ് നമ്പർ ഒന്ന് പറയോ? പേജ് നമ്പർ എത്രയാ? ഒന്ന് ഷെയർ ചെയ്തിട്ട് ആരെങ്കിലും. 15. ഓക്കെ. അപ്പൊ അത് ഇൻഫെക്ഷൻ, ഈ നോസോഫോമിയൽ ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം എന്ന് പറഞ്ഞാൽ കോണ്ടാക്ട് വഴിയാണ്. കോണ്ടാക്ട് അല്ലെങ്കിൽ ഹാൻഡ് ബോൺ ട്രാൻസ്മിഷൻ. ഈ കോണ്ടാക്ട് ട്രാൻസ്മിഷനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലേ? ഏതൊക്കെയാണ്? ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷനും ഉണ്ട്, ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷനും ഉണ്ട്. ആ പേര് പോലെ തന്നെ ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്റ്റ് സർഫസ് ടു ബോഡി സർഫസ് കോണ്ടാക്ട്. നേരിട്ട് അല്ലെ ആ ഇൻഫെക്ഷൻ ഉള്ള ഒരാളെ നമ്മൾ നേരിട്ട് ടച്ച് ചെയ്യുമ്പോൾ ആ എന്താ മൈക്രോബ്സ് ആ ഹോസ്റ്റിലേക്ക്, ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആതിഥേയം, അതായത് ആ ഇൻഫെക്ഷൻ ആ ഹോസ്റ്റിലേക്ക് സ്പ്രെഡ് ചെയ്യുക ചെയ്യുന്നത് അല്ലെ? ഷിഫ്റ്റിംഗ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഷിഫ്റ്റ് ചെയ്യുന്നു. അത് എപ്പോഴൊക്കെയാണ്? പേഷ്യൻസിനെ തിരിക്കുമ്പോഴോ, അല്ലെങ്കിൽ അവരെ ബാത്ത് ചെയ്യിക്കുമ്പോഴോ, അല്ലെങ്കിൽ അതർ പേഷ്യന്റ് കെയർ ജോബ്സ് വർക്ക് ചെയ്യുമ്പോഴോ ഡയറക്റ്റ് ആ പേഷ്യന്റുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നു. അപ്പോ എന്ത് ചെയ്യുന്നു? മൈക്രോ ഓർഗാനിസംസ് ഷിഫ്റ്റ് ചെയ്യുന്നു. ആ ഹോസ്റ്റ് അയാളിലേക്ക് മൈക്രോ ഓർഗാനിസംസ് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇതെങ്ങനെയാണ്? കോണ്ടാക്ട് ഓഫ് സസെപ്റ്റബിൾ ഹോസ്റ്റ്. സസെപ്റ്റബിൾ എന്ന് പറഞ്ഞാൽ സാധ്യതയുള്ള ഹോസ്റ്റ്. ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആതിഥേയൻ. അപ്പൊ ആ ഇൻഫെക്ഷൻ വരാനായിട്ട് എങ്ങനെയാണ്? എന്തെങ്കിലും ഒരു ഇന്റർമീഡിയറ്റ് ഒബ്ജക്ട്സ് വഴിയാണ് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത്. അതായത് ഇൻഫെക്ഷൻ ഉള്ള ആളുകൾ ഉപയോഗിച്ചിട്ടുള്ള ഒബ്ജക്ട്സ്, അത് ആരെങ്കിലും എന്താ പറയാ, അതിലേക്ക് നമ്മുടെ കോണ്ടാക്ട് വരികയാണ്. ഡയറക്റ്റ് ആ പേഴ്സണെ കോണ്ടാക്ട് ചെയ്യുന്നില്ല, ഒബ്ജക്റ്റ് വഴിയാണ്. ടേന്റ് ഓർ കണ്ടാമിനേറ്റഡ് ഇന്റർമീഡിയറ്റ് ഒബ്ജക്ട്സ്, അത് വഴിയാണ് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത്. അത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ആവാം, അല്ലെങ്കിൽ നീഡിലാവാം, അല്ലെങ്കിൽ ഡ്രസ്സിങ്സ്, അല്ലെങ്കിൽ ടേന്റ് ഗ്ലൗസ് ആവാം അല്ലെ? ഒരു പേഷ്യന്റിനെ ഉപയോഗിച്ചിട്ടുള്ള ഗ്ലൗസ് അടുത്ത പേഷ്യന്റിനെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും സ്റ്റാഫ് അത് മാറ്റണം, വേറെ ഗ്ലൗസ് ഇടണം. ഈ കണ്ടാമിനേറ്റഡ് ആവാം. ഒരു പേഷ്യന്റിനെ നോക്കി ആ ഗ്ലൗസ് ഉപയോഗിച്ച് അടുത്ത ആളെ നമ്മൾ നോക്കുമ്പോൾ എന്ത് ചെയ്യാം? ആ കണ്ടാമിനേറ്റഡ് ആവാം. അങ്ങനെയും ഇൻഫെക്ഷൻ വരാം. കണ്ടോ? പിന്നെ അടുത്തത് പറഞ്ഞേക്കുന്ന ടേന്റ് സർഫസ് ബൈ നീഡിൽ ഡ്രൈഡ് ബ്ലഡ് സ്ട്രീംസ് ദാറ്റ് ട്രാൻസ്മിറ്റ് ഹെപ്പറ്റൈറ്റിസ് ബി ഓർ സി. ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ബോഡി ഫ്ലൂയിഡിക്കടെ സ്പ്രെഡ് ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെ ഇൻഫെക്ഷൻ മറ്റുള്ള ഒബ്ജക്ട്സ് വഴിയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. ഇത് രണ്ടും അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്? ഡയറക്റ്റും ഇൻഡയറക്റ്റും വഴി. അപ്പൊ അത് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്ക് അവിടെ. ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? കൺസിസ്റ്റ് ഓഫ് ഡയറക്റ്റ് സർഫസ് ടു ബോഡി സർഫസ് കോണ്ടാക്ട്. അത്രേ നോക്കി വെച്ചാൽ ഡയറക്റ്റ് സർഫസ് ടു ബോഡി സർഫസ് കോണ്ടാക്ട്. പിന്നെ ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? ഇന്റർമീഡിയറ്റ് ഒബ്ജക്ട്സ്, ഒബ്ജക്ട്സ് വഴിയാണ്, മലിനമായിട്ടുള്ള ഒരു ഒബ്ജക്ട്സ് വഴിയാണ് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെയാണ്. ഒന്നാമത്തെ കോണ്ടാക്ട് ട്രാൻസ്മിഷൻ ആണ്.
രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ. ഡ്രോപ്ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ വായു കണികകൾ അല്ലെ, അതായത് നമ്മുടെ ഡ്രോപ്സ്, തുള്ളികൾ. നമ്മൾ സംസാരിക്കുമ്പോൾ ഡ്രോപ്സ് അല്ലെ എയറിലേക്കൊക്കെ വരാം അല്ലെ. അങ്ങനെ നമ്മള് ഇൻഫെക്ഷൻ ഉള്ള ഒരാളിന്റെ ആ ഡ്രോപ്സിൽ കൂടെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം. ഓക്കെ, തുള്ളികളിലൂടെ ഡ്രോപ്ലെറ്റ്സ് ട്രാൻസ്മിഷൻ. Transmission happens when droplets that contain microbes from infected person are pushed a short distance through the air and deposited on the patient body. Okay, എങ്ങനെയാണ് ഇൻഫെക്ഷൻ വരുന്നത്? When the droplets that contain microbes ഉള്ള droplets, തുള്ളികള്, മൈക്രോ ഓർഗാനിസംസ്, സൂക്ഷ്മജീവികളുള്ള ആ ഡ്രോപ്ലെറ്റ്സ് എവിടെ? ഫ്രം ദ ഇൻഫെക്റ്റഡ് പേഴ്സൺ, ഇൻഫെക്ഷൻ ഉള്ള ഒരാള്, അയാളുടെ ഡ്രോപ്സില് എന്തുണ്ടാവും? മൈക്രോബ്സ് ഉണ്ടാവും അല്ലെ. ആ മൈക്രോബ്സ് ഉള്ള ആ ഡ്രോപ്സ് എന്തിനു പുഷ്ഡ്, കുറച്ച് ദൂരം പുഷ് ചെയ്യും. എ ഷോർട്ട് ഡിസ്റ്റൻസ് ത്രൂ എയറിലേക്ക്. എന്താ പറയാ, നമ്മളിപ്പോ സംസാരിക്കുമ്പോഴാണെങ്കിലും എന്തെങ്കിലും തുപ്പല് പോലെ അല്ലെ, വായുത്തുള്ളികള്, ആ എന്താ പറയാ തുള്ളികള് ആ എയറിലേക്ക് കുറച്ച് ദൂരം എന്ത് ചെയ്യുന്നു? പുഷ് ചെയ്യും. ആൻഡ് ഡെപ്പോസിറ്റ് ടു ദ പേഷ്യന്റ് ബോഡി, പേഷ്യന്റ് ബോഡിയിലേക്ക് എന്താ ഡെപ്പോസിറ്റ് ചെയ്യും, പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യും. ഇപ്പൊ ഞാനും അനുമോളും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ഇൻഫെക്ഷൻ ഉണ്ട്, ഞാൻ നമ്മൾ അടുത്ത് നിന്ന് സംസാരിക്കുമ്പോൾ എന്റെ ആ ഡ്രോപ്ലെറ്റ്സ്, അതിൽ എനിക്ക് ഇൻഫെക്ഷൻ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ചുമക്കുമ്പോൾ ആ ഇൻഫെക്ഷൻ ഉള്ള ആ തുള്ളികള്, ഡ്രോപ്ലെറ്റ്സ് എങ്ങോട്ട്? എയറിലേക്ക് പുഷ് ചെയ്യും. എന്നിട്ട് അപ്പൊ എന്താ പറയാ, അനു എന്റെ അടുത്ത് നിന്ന് സംസാരിക്കുകയാണെങ്കിൽ ആ എയർ അല്ലേ അനു ശ്വസിക്കുന്നത്, ആ ഡ്രോപ്ലെറ്റ്സ് ഉള്ള, ആ ഇൻഫെക്ഷൻ ഉള്ള ഡ്രോപ്സ്, അത് അനുവിന്റെ ശരീരത്തിലേക്ക് ആ ഡ്രോപ്സ് പ്രവേശിക്കും. മനസ്സിലായോ അതെങ്ങനെയാന്ന്? തുള്ളികളിലൂടെയാണ് നമ്മൾ ചമയ്ക്കുമ്പോ അല്ലെ, ഈ എന്തെങ്കിലും തുള്ളികളൊക്കെ ഇങ്ങനെ, തുപ്പലൊക്കെ ഇങ്ങനെ തെറിക്കുക അല്ലെ, അങ്ങനെയൊക്കെ വരാം. അപ്പൊ ഇൻഫെക്ഷൻ ഉള്ളത് ആ മൈക്രോബ്സ്, ആ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മൈക്രോബ്സ് ആ എയറിലേക്ക് പുഷ് ചെയ്യുകയും അത് ആ മറ്റുള്ള ഒരു ഹോസ്റ്റ് അയാളിലേക്ക് അത് പ്രവേശിക്കുകയും ചെയ്തിരിക്കണം കേട്ടോ. ഷോർട്ട് ഡിസ്റ്റൻസ് ത്രൂ ദ എയർ ആൻഡ് ഡെപ്പോസിറ്റഡ് ഓൺ ദ പേഷ്യന്റ് ബോഡി, പേഷ്യൻസിന്റെ ബോഡിയിലേക്ക് ആ മൈക്രോബ്സ് ഉള്ള ആ ഡ്രോപ്സ് എന്ത് ചെയ്യുന്നു? പ്രവേശിക്കുന്നു. ഇറ്റ് ഈസ് മെയ്ഡ് ഫ്രം കഫിംഗ്. ഇതെങ്ങനെയാ? ചുമയ്ക്കുമ്പോഴ്, പ്രധാനമായിട്ടും എങ്ങനെയാ? ചുമയ്ക്കുമ്പോഴ് അല്ലെ, ആ ഡ്രോപ്സ് എയറിലേക്ക് വരും, ആ മൈക്രോബ്സ് ഉള്ള ഡ്രോപ്സ് എയറിലേക്ക് വരും. It is made from coughing. That droplets are generated from source of a person and during the performance of certain procedure such as bronchoscopy. അപ്പൊ ഒരു കാരണം പറഞ്ഞത്, ഇൻഫെക്ഷൻ ഉള്ള ഒരാൾ സംസാരിക്കുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ ഒക്കെ ഈ ഇൻഫെക്ഷൻ ഉള്ള മൈക്രോബ്സ് ഉള്ള ഡ്രോപ്സ് എയറിലേക്ക് വരും. അത് ആ പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യും. നാളെ ഇന്ന് നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരും കേട്ടോ, നാളത്തെ കാര്യം എങ്ങനെയാന്നുള്ളത്. നിങ്ങളുടെ ക്ലാസ് റൂമിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് ഇട്ട് ക്ലാസ്സിന്റെ കാര്യം. അപ്പൊ എന്താ പറയാ, അങ്ങനെ ഒരു രീതിയിൽ. ഇനി അടുത്തൊരു കാര്യം പറഞ്ഞേക്കുന്നത് നോക്കിയേ, എങ്ങനെയാണ് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ വരുന്നത്? The source person and during the performance of certain procedure such as bronchoscopy പോലുള്ള ചില പ്രൊസീജിയറുകള് അത് നടത്തുമ്പോഴും എന്ത് വരാം? ഈ ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ വരാം. അപ്പൊ എന്താ ബ്രോങ്കോസ്കോപ്പി എന്ന് പറയുന്നത്? ബ്രോങ്കോസ്കോപ്പി എന്താ? ഒരു മെഡിക്കൽ ടെസ്റ്റ് ആണ് അല്ലെ. എന്തിനു വേണ്ടി ചെയ്യുന്ന? നമ്മുടെ ലങ്സിന് എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ, ലങ്സ് റിലേറ്റഡ്, വെരി ഗുഡ്. ലങ്സിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? ബ്രോങ്കോസ്കോപ്പ്, അത് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ബ്രോങ്കോസ്കോപ്പ് എന്ന് പറയുന്നത്. ക്യാമറയും ലൈറ്റ് ഒക്കെ ഉള്ള നമ്മൾ എൻഡോസ്കോപ്പിക് ഒരു ടെക്നിക്ക് തന്നെയാണ് കേട്ടോ, എൻഡോസ്കോപ്പിക് ടെക്നിക്ക് തന്നെയാണ്. അത് നമ്മുടെ ഇതാണ്, നമ്മുടെ ലങ്സിലേക്ക് ഇറക്കും, ബ്രോങ്കോസ്കോപ്പ് ഇറക്കും. അപ്പൊ ലെൻസിന്റെ കാര്യങ്ങളും ഇതൊക്കെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് നോക്കാനും ഒക്കെ ആയിരിക്കും കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ഈ ബ്രോങ്കോസ്കോപ്പി ചെയ്യുമ്പോൾ അങ്ങനെയും ഈ ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ സംഭവിക്കാം. Is an endoscopic technique visualizing
the airway for diagnosis and therapeutic purposes. ഇതാണ് ബ്രോങ്കോസ്കോപ്പി എന്ന് പറയുന്നത്. അതിന് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ബ്രോങ്കോസ്കോപ്പി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ബ്രോങ്കോസ്കോപ്പ്. CHOSCOPE സ്കോപ്പ്, ബ്രോങ്കോസ്കോപ്പ്. അത് നമ്മുടെ നോസിൽ കൂടെയോ അല്ലെങ്കിൽ മൗത്തിൽ കൂടെയോ ഒക്കെ ഇത് ഈ ബ്രോങ്കോസ്കോപ്പ് ലെൻസിലേക്ക് ഇറക്കും. ഓക്കെ, അങ്ങനെ ലെൻസിന്റെ കണ്ടീഷൻസ്, കാര്യങ്ങൾ, എയർവേ ഇതൊക്കെ നോക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എൻഡോസ്കോപ്പിക് ടെക്നിക്കാണ് ഏതെന്ന് പറയുന്നത് ബ്രോങ്കോസ്കോപ്പി എന്ന് പറയുന്നത്. അപ്പോ എങ്ങനെയാ നമ്മൾ പറഞ്ഞ രണ്ട് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ വരാനായിട്ട് രണ്ട് രീതി. ഒന്നാമത്തെ ബ്രോങ്കോസ്കോപ്പി പോലുള്ള പ്രൊസീജിയറുകൾ ചെയ്യുമ്പോൾ ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ വരാം. രണ്ടാമത്തെ ഒരു കേസ് എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ ഉള്ള ഒരാള് അയാള് ചുമയ്ക്കുമ്പോഴോ സംസാരിക്കുമ്പോഴോ ആ ഇൻഫെക്ഷൻ ഉള്ള ഡ്രോപ്സ് എയറിലേക്ക് പുഷ് ചെയ്യുകയും അത് ആ പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെയും ഇൻഫെക്ഷൻ സംഭവിക്കാം. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ കേട്ടോ. ഫസ്റ്റ് സെന്റൻസ് ഒന്ന്, droplet transmission happens when the drops that contain microbes from infected person are pushed a short distance through the air and deposited on the patient's body. Okay. ഇനി അടുത്ത ഓക്കെ ക്ലിയർ അല്ലേ? അത് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്തതാണ് എയർബോൺ ട്രാൻസ്മിഷൻ. എയർബോൺ എന്ന് പറഞ്ഞാൽ ഏതിൽ കൂടി ആയിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? പേരിൽ തന്നെ അറിയാം, ഡ്രോപ്ലെറ്റ്സ് ആണെങ്കിൽ ഡ്രോപ്ലെറ്റ്സിൽ കൂടെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യും. ഇനി എയർബോൺ എന്ന് പറഞ്ഞ ഏതിൽ കൂടെ ആയിരിക്കും? എയറിൽ കൂടെ. ഓക്കെ, ഡിസെമിനേഷൻ. ഡിസെമിനേഷൻ എന്ന് വെച്ചാൽ വ്യാപനം, സ്പ്രെഡ് ചെയ്യുക, വ്യാപിക്കുക. Dissemination can be either airborne droplet nuclei or dust particle that containing infectious agent. ബ്രാക്കറ്റിലുള്ള നോക്കാട്ടോ. ഓക്കെ, എങ്ങനെയാണ് ഇത് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത്? എങ്ങനെയാ? either airborne droplet nuclei, ഒന്നില്ലെങ്കിൽ airborne droplet nuclei. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, അതായത് ഈ ഡ്രോപ്സ് എയറിൽ കൂടെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം. മൈക്രോബ്സ് ഉള്ള എയർ, എയറിൽ കൂടെ നമുക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം. അല്ലെങ്കിൽ നോക്കിയേ, ഓർ ഡസ്റ്റ് പാർട്ടിക്കൽ ദാറ്റ് കണ്ടെയ്ൻ ദ ഇൻഫെക്ഷസ് ഏജന്റ്. ഇൻഫെക്ഷസ് ഏജന്റ്സ് ഉള്ള അല്ലെ ഡസ്റ്റ് പാർട്ടിക്കൽ, പൊടിപടലങ്ങള്. നമ്മള് എന്താ നമ്മളുടെ എയറിലൊക്കെ ഒത്തിരി സൂക്ഷ്മാണുക്കളും പൊടിപടലങ്ങളും ഒക്കെ ഉള്ളതല്ലേ? അപ്പൊ ഇൻഫെക്ഷസ് ഏജന്റ്സ് ഉള്ള പൊടിപടലങ്ങളിൽ നിന്നും നമുക്ക് ഇൻഫെക്ഷൻ വരാം. Droplet nuclei, airborne droplet nuclei. ബ്രാക്കറ്റിൽ നോക്കിയേ, a small particle residue of droplets that contain microorganisms which remain suspended in the air for a long period of time. ചെറിയ ഈ ഡ്രോപ്ലെറ്റ്സ് റെസിഡ്യൂ ആണ്, തുള്ളികളാണ്. സ്മോൾ പാർട്ടിക്കിൾ റെസിഡ്യൂ ഓഫ് ഡ്രോപ്ലെറ്റ്സ്, അതായത് ഇൻഫെക്ഷൻ ഉള്ള ഡ്രോപ്സ്. അത് എന്താ കുറെ നേരം എയറിൽ ഇങ്ങനെ സസ്പെൻഡ് ചെയ്ത് നിൽക്കാം. ആ എയറിൽ കൂടെ, ആ എയർ ശ്വസിക്കുന്ന ആൾക്ക് ആ എയറിൽ കൂടെ ഇൻഫെക്ഷൻ വരാം. അല്ലെങ്കിലോ രണ്ടാമത്തെ കാര്യം എങ്ങനെ പറഞ്ഞേ? ഡസ്റ്റ് പാർട്ടിക്കിൾ ദാറ്റ് കണ്ടെയ്ൻ ഇൻഫെക്ഷസ് ഏജന്റ്. ഇൻഫെക്ഷസ് ഏജന്റ്സ് ഉള്ള പൊടിപടലങ്ങള്, ഡസ്റ്റ് പാർട്ടിക്കിൾസിൽ കൂടെ ഇൻഫെക്ഷൻ സംഭവിക്കാം. രണ്ട് രീതി മനസ്സിലായോ? എങ്ങനെയാണ് എയർബോൺ ട്രാൻസ്മിഷൻ വരുന്നേന്നുള്ളത്? ഒന്ന് എയർബോൺ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയൈ, എയർബോൺ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയൈ. രണ്ടാമത്തെ ഡസ്റ്റ് പാർട്ടിക്കിൾ കണ്ടെയ്ൻ ദ ഇൻഫെക്ഷസ് ഏജന്റ്. ആ രണ്ട് രീതിയിലൂടെ എയർബോൺ ട്രാൻസ്മിഷൻ സംഭവിക്കാം. എയർബോൺ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയൈ, അതാണ് നമ്മൾ ആർട്ടിക്കിൾ കൊടുത്തേക്കുന്നത് കേട്ടോ. എ സ്മോൾ പാർട്ടിക്കിൾ റെസിഡ്യൂ ഓഫ് ഡ്രോപ്ലെറ്റ് ദാറ്റ് കണ്ടെയ്ൻ എന്തുള്ളത്? മൈക്രോ ഓർഗാനിസംസ് ഉള്ള, സൂക്ഷ്മജീവികളുള്ള ഒരു സ്മോൾ പാർട്ടിക്കിൾ റെസിഡ്യൂ ഓഫ് ഡ്രോപ്ലെറ്റ്സ്, ഒരു തുള്ളിയാണ്. അതില് മൈക്രോ ഓർഗാനിസം ഉണ്ടാവും. അത് എയറിൽ കുറെ നേരം സസ്പെൻഡ് ചെയ്ത് നിൽക്കും. ആ എയർ ശ്വസിക്കുന്ന ആൾക്ക് എന്ത് വരും? ഇൻഫെക്ഷൻ വരും. അല്ലെങ്കിലോ ഇൻഫെക്ഷസ് ഏജന്റ്സ് ഉള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ്, ആ പൊടിപടലങ്ങളിൽ കൂടെയും ഇൻഫെക്ഷൻ സംഭവിക്കാം. എയറിൽ കൂടെയാണ് ഇൻഫെക്ഷൻ വരുന്നത്. ഇനി അടുത്തതാണ് കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ.
Okay, common vehicle transmission. ഇവിടെ ചോദിക്കാം which of the following is included in common vehicle transmission? Common vehicle transmission include ചെയ്യുന്നത് ഏതൊക്കെ? Okay, എന്താണ് common vehicle transmission എന്ന് പറയുന്നത്? This applies to microorganisms transmitted to the host by contaminated item. കണ്ടോ, contaminated item, മലിനമായിട്ടുള്ള അല്ലെങ്കിൽ taint ആയിട്ടുള്ള items. അത് ഫുഡ് ആവാം, മലിനമായിട്ടുള്ള ഫുഡ് ആകാം, അല്ലെങ്കിൽ വാട്ടർ ആകാം, അല്ലെ മൈക്രോ ഓർഗാനിസംസ് ഉള്ള അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ വഴിയാകാം, അല്ലെങ്കിൽ മെഡിക്കേഷൻസ് മരുന്നുകൾ വഴിയാകാം, മറ്റുള്ള ഡിവൈസുകൾ വഴിയാവാം, എക്യുപ്മെന്റ്സ് വഴിയാവാം. ഇതെല്ലാം ഏതിൽ വരുന്നതാണ്? കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷനിൽ വരുന്ന. ഓരോന്നും അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ഏതൊക്കെയാണല്ലോ? ഫുഡ് കണ്ടാമിനേറ്റഡ് ഐറ്റംസ് ആണ്. ഇതൊക്കെ ഇതെല്ലാം കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള ഐറ്റത്തിൽ നിന്ന് ഇൻഫെക്ഷൻ വരാം. കണ്ടോ? Common vehicle transmission എങ്ങനെയാണ്? This applies to the microorganism transmitted to the host. Host എന്ന് പറഞ്ഞാൽ ആതിഥേയൻ. അതായത് അതിലേക്കാണോ ഇൻഫെക്ഷൻ വരുന്നത്? ഹോസ്റ്റിലേക്ക് എങ്ങനെ വരാം? ബൈ കണ്ടാമിനേറ്റഡ് ഐറ്റം, മലിനമായിട്ടുള്ള ഐറ്റംസ് വഴി ഇൻഫെക്ഷൻ വരാം. ഏതൊക്കെയാണ്? such as contaminated food, water, medication, devices and equipments. ഇതെല്ലാം കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷനിൽ വരുന്ന. ഇനി അടുത്തതാണ് വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ, വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ മൈക്രോ ഓർഗാനിസംസ് ആണോ, സൂക്ഷ്മ ജീവികളാണ് വെക്ടേഴ്സ്. കീടങ്ങള്, പ്രാണികളിലെ അങ്ങനെയുള്ള സൂക്ഷ്മ ജീവികളാണ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. Vectors are microorganisms that transfer the pathogenic microorganism to the animals or location. അതായത് ഈ മൈക്രോ ഓർഗാനിസത്തിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിവുള്ള ഈ ലിവിങ് ഓർഗാനിസം ആണ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലിവിങ് ഓർഗാനിസംസ്. ചെറിയ ചെറിയ കീടങ്ങള്, പ്രാണികളൊക്കെ ഇല്ലേ, അത് വഴിയും ഇൻഫെക്ഷൻ വരാം. ഓക്കെ, ദീസ് ഓക്കേഴ്സ് such as mosquito, കൊതുകുകൾ വഴി ഇൻഫെക്ഷൻ വരൂലേ? അല്ലേ? ഇൻഫെക്ഷൻ ഒക്കെ സ്പ്രെഡ് ചെയ്യുന്ന ഒരു കാരണക്കാരനല്ലേ മോസ്കിറ്റോ? മോസ്കിറ്റോ വഴി വരാം. ഫ്ലൈസ്, ഈച്ചകള്, റാറ്റ്, എലികള് ആൻഡ് അതർ വെർമി ട്രാൻസ്മിറ്റ് മൈക്രോ ഓർഗാനിസംസ്. കീടങ്ങളാണ് കേട്ടോ വെർമി എന്ന് പറയുന്നത്. കീടങ്ങള് അല്ലെങ്കിൽ ചെറിയ പ്രാണികള്, മൈക്രോ ഓർഗാനിസംസ്. അതൊക്കെ നമുക്ക് എന്താ? ഈ സൂക്ഷ്മ ജീവികൾ ട്രാൻസ്മിറ്റ് ചെയ്യാം, പകർത്താം. ഇത് ഇൻഫെക്ഷൻ എങ്ങനെ, ഏത് വഴിയാണ്? ഇവിടെ ലിവിങ് ക്രീച്ചേഴ്സ് വഴിയാണ്, അല്ലെ? ജീവനുള്ള ജീവികൾ വഴിയാണ് ഇൻഫെക്ഷൻ പകരുന്നത്. മോസ്കിറ്റോ വഴി, ഫ്ലൈസ്, റാറ്റ് ആൻഡ് അതർ വെർമി ട്രാൻസ്മിറ്റ് മൈക്രോ ഓർഗാനിസം. ഇതെല്ലാം എന്ത് ചെയ്യാം? മൈക്രോ ഓർഗാനിസംസ് പകരാൻ പറ്റുന്ന മാർഗങ്ങളാണ്. ഇപ്പൊ ഇൻഫെക്ഷൻ ഉള്ള ഒരാള്, അയാളെ കടിച്ച മോസ്കിറ്റോ വന്ന് നമ്മളെ വന്ന് കടിക്കുകയാണെങ്കിൽ അയാളിൽ നിന്ന് ഇൻഫെക്ഷൻ നമുക്ക് സ്വാഭാവികം, അല്ലെ? സ്വാഭാവികമായിട്ട് നമ്മളിലേക്ക് വരാം. അപ്പൊ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചു വെക്കാം. വെക്ടേഴ്സ് എന്ന് പറയുന്നത് ലിവിങ് ഓർഗാനിസംസ് ആണ്. അപ്പൊ ജീവനുള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യൻ ചോദിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കംസ് അണ്ടർ വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ? ഏതൊക്കെയാണ് വെക്ടർ ബോൺ ട്രാൻസ്മിഷനിൽ വരുന്നത്? ഏതൊക്കെ? ലിവിങ് ആണ് കേട്ടോ. ലിവിങ് ഓർഗാനിസം ആണ് വെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഓർത്ത് വെക്കാം. മോസ്കിറ്റോ, ഫ്ലൈസ്, റാറ്റ്സ് ആൻഡ് അതർ വെർമിൻ. വെർമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീടങ്ങള് അല്ലെങ്കിൽ വേംസില്ലേ, കീടങ്ങള് അല്ലെങ്കിൽ ചെറിയ പ്രാണികള്, ഇതൊക്കെ വഴി ഇൻഫെക്ഷൻ പകരാം. കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷനിലെ ഫുഡ്, വാട്ടർ, മെഡിക്കേഷൻ, ഡിവൈസസ്, എക്യുപ്മെന്റ്സ്, അത് നോൺ ലിവിങ് ഐറ്റംസ് ആണ്. ഇവിടെ വെക്ടേഴ്സ് പറയുമ്പോൾ തന്നെ ലിവിങ് ആണ്. ഇനി അത് മാറിപ്പോവോ? അതിൽ വരുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന? വെക്ടേഴ്സ് പറഞ്ഞാൽ ലിവിങ് ആണ്. ലിവിങ് ഓർഗാനിസംസ് വഴിയാണ് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത്. മോസ്കിറ്റോ, ഫ്ലൈസ്, റാറ്റ് ആൻഡ് അതർ വെർമിൻ. ക്ലിയർ ആയോ? രണ്ടും അത് ചോദിക്കാറുണ്ട് കേട്ടോ. ഫസ്റ്റ് പേപ്പറിൽ കണ്ടിട്ടുണ്ട് അത്. നമ്മളത് ചിലപ്പോ അതിനകത്ത് ഇപ്പൊ വിച്ച് ഓഫ് ദ ഫോളോയിങ് നോട്ട് കംസ് അണ്ടർ വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ അങ്ങനെ തരും. എന്നിട്ട് മോസ്കിറ്റോ, ഓപ്ഷൻ എയില് മോസ്കിറ്റോ, ഓപ്ഷൻ ബിയില് റാറ്റ്, ഓപ്ഷൻ സിയില്
മെഡിക്കേഷൻ, ഓപ്ഷൻ ഡിയില് ഫ്ലൈസ് എന്ന് തരും. അപ്പൊ ഏതാ നമ്മൾ വെക്ടർ ബോൺ ട്രാൻസ്മിഷനിൽ അല്ലാത്തത് ഏത്? നോൺ ലിവിങ് നോക്കിയാൽ മതി. ബാക്കി എല്ലാം ലിവിങ് ആണ്, വെക്ടേഴ്സ് ആണ് അല്ലെ. ഏതാണ് വെക്ടർ ബോൺ ട്രാൻസ്മിഷനിൽ വരാത്തത്? അല്ലെങ്കിൽ ഏതാണ് നമുക്ക് വരാത്തത്? ഏതാണ്? മെഡിക്കേഷൻ അല്ലെ. സിമ്പിൾ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനോ. ഒരെണ്ണം ലിവിങ്ങും ഒരെണ്ണം നോൺ ലിവിങ്ങും ആണ്, അങ്ങനെ ഓർത്താൽ മതി. അപ്പൊ വെക്ടേഴ്സിന്റെ അത് പഠിച്ചു വെച്ചാൽ മതി. ലിവിങ് ക്രീച്ചേഴ്സ് ആണ് ഇൻഫെക്ഷൻ പകർത്തുന്നത്. ഇനി അടുത്ത ഒരു ഇതെന്ന് പറയുന്നത് പ്രിവെൻഷൻ മെത്തേഡ് ആണ് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നോക്കി വെക്കുക. നമുക്ക് ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ പകർത്തുന്ന കോമൺ ആയിട്ടുള്ളത് കോണ്ടാക്ട് ആണ്. ട്രാൻസ്മിഷൻ ചെയ്യുന്ന പല രീതികളാണ് നമ്മൾ പറഞ്ഞത്. അതിൽ ഫസ്റ്റത്തെ കോണ്ടാക്ട് വഴി, രണ്ടാമത്തെ ഡ്രോപ്ലെറ്റ്സ് വഴി, മൂന്നാമത്തെ എയർബോൺ എയർ വഴി, ദെൻ നാലാമത്തെ കോമൺ വെഹിക്കിൾസ് ഇങ്ങനെയുള്ള കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് വഴി, ദെൻ അഞ്ചാമത്തെ വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ വെക്ടേഴ്സ് വഴി, അതായത് ലിവിങ് ഓർഗാനിസംസ്. ഇങ്ങനെയൊക്കെ ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാം, പകരാം. ഇനി അടുത്തത് നോക്കുന്നത് പ്രിവെൻഷൻ ആണ് കേട്ടോ. പ്രിവെന്റീവ് മെത്തേഡ് ഇതിനകത്തൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. ഏതൊക്കെയാണെന്നുള്ളത് മോസ്കിറ്റോ, ഫ്ലൈസ്, റാറ്റ്, അതർ വെർമിൻ, അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം. അതിന്റെ മുകളിലുള്ളത് ഫുഡ്, വാട്ടർ, മെഡിക്കേഷൻ, അതുകൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാട്ടോ. ഇനി ഇതിന് നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്ക് ഈ ഇൻഫെക്ഷനെ നമുക്ക് തടയാൻ പറ്റും? പ്രിവെൻഷൻ മെത്തേഡ് ആണ് കേട്ടോ. നോസോകോമിയൽ ഇൻഫെക്ഷൻ ഈസ് ടു ഇംപ്ലിമെന്റ് ക്വാളിറ്റി അഷുറൻസ്. QA എന്ന് പറഞ്ഞ ക്വാളിറ്റി അഷുറൻസ്. അഷുറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഉറപ്പുവരുത്തുക. ക്വാളിറ്റി അഷുറൻസ് or quality control measures to the healthcare sector. And evidence-based management can be feasible. Feasible എന്ന് പറഞ്ഞാൽ പ്രായോഗികമായ, ഫീസിബിൾ അപ്രോച്ച്, ഒരു പ്രായോഗികമായിട്ടുള്ള സമീപനമാണ്. എന്തിനെ? ഈ നോസോകോമിയൽ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു പ്രായോഗികമായിട്ടുള്ള സമീപനമാണ് എന്ത്? ഹെൽത്ത് കെയർ സെക്ടേഴ്സില് ക്വാളിറ്റി അഷുറൻസ്, ക്വാളിറ്റി കൺട്രോൾ എന്നിവ ഇംപ്ലിമെന്റ് ചെയ്യുക, നടപ്പിലാക്കുക എന്നുള്ളത്. എന്തിന്? ഈ നോസോകോമിയൽ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാനുള്ള മാർഗമാണ്. എന്താണ് ഒരു മാർഗം എന്ന് പറഞ്ഞത്? ഹെൽത്ത് കെയർ സെക്ടേഴ്സില് എന്തുകൊണ്ടുവരണം? ക്വാളിറ്റി അഷുറൻസ്, ക്വാളിറ്റി കൺട്രോൾ തുടങ്ങിയ കാര്യങ്ങൾ നടപ്പിലാക്കുക അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യുക. അതുപോലെ എവിഡൻസ് ബേസ്ഡ് മാനേജ്മെന്റ്. എവിഡൻസ് ബേസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? എവിഡൻസിനെ ബേസ് ചെയ്തിട്ടുള്ള, അതായത് എവിഡൻസ് ബേസ്ഡ് എന്ന് വെച്ചാൽ ബെസ്റ്റ് അവൈലബിൾ എവിഡൻസ് ടു മേക്ക് ഡിസിഷൻ. ആ തെളിവുകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കാര്യങ്ങള് മാനേജ്മെന്റ്. ഇത് രണ്ടും നമുക്ക് ഈ നോസോകോമിയൽ ഇൻഫെക്ഷനെ നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള മാർഗങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തെ പറഞ്ഞത് ഹെൽത്ത് കെയർ സെക്ടേഴ്സിന് ക്വാളിറ്റി അഷുറൻസ്, ക്വാളിറ്റി കൺട്രോൾ തുടങ്ങിയ കാര്യങ്ങൾ നടപ്പിലാക്കുക. അപ്പൊ ഇൻഫെക്ഷൻ കുറയ്ക്കാൻ, കൺട്രോൾ ചെയ്യാൻ പറ്റും. നോസോകോമിയൽ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. എങ്ങനെ? ഹെൽത്ത് കെയർ സെക്ടേഴ്സ്, ആരോഗ്യ സംരക്ഷണ പരിചരണ മേഖലകളില് ക്വാളിറ്റി കൺട്രോൾ, ക്വാളിറ്റി അഷുറൻസ് നടപ്പിലാക്കുക. അതുപോലെ തന്നെ എവിഡൻസ് ബേസ്ഡ് മാനേജ്മെന്റ്. അത് രണ്ടുമാണ് നോസോകോമിയൽ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാൻ ഒരു പ്രായോഗികമായിട്ടുള്ള സമീപനം. These are the ways to prevent HAI. ഇവിടെ കുറച്ച് മാർഗങ്ങളാണ്. ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാനുള്ള കുറച്ച് മാർഗങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് കുറെയൊക്കെ നമ്മുടെ കൊറോണ വന്നപ്പോ നിങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ? സാനിറ്റേഷൻ, സ്റ്റെറിലൈസേഷൻ ഒക്കെ കൊറോണ വന്നപ്പോഴൊക്കെ ഉപയോഗിച്ചല്ലേ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ അല്ലെ? സാനിറ്റൈസർ, അപ്പോഴൊക്കെയാണ് ഈ സാനിറ്റൈസർ ഒക്കെ കുറെ ഇതായത്. നമ്മൾ എന്ത് സാധനം എടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ സാനിറ്റൈസർ ഉപയോഗിച്ച് കൈയൊക്കെ നമ്മള് എന്താ ഇത് വൃത്തിയാക്കും. പിന്നെ എന്തെങ്കിലും ഒബ്ജക്ട്സ് ആണ്, ഫോണ്, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരാളെടുത്ത് വേറെ ആൾ ഉപയോഗിക്കുമ്പോഴേ സാനിറ്റൈസ് ചെയ്യും അല്ലേ? നമ്മളെല്ലായിടത്തും ഉണ്ടായിരുന്നു. കടയിലും ഒക്കെ നമ്മൾ ചെയ്ത ഫ്രണ്ടിൽ തന്നെ സാനിറ്റൈസർ ഉണ്ടാവും. അപ്പൊ നമ്മൾ ചെല്ലുമ്പോ അത് സാനിറ്റൈസർ കയ്യിലാക്കിയിട്ട് വേണം അതൊക്കെ എടുക്കാനായിട്ട്. അപ്പൊ നമ്മളിലേക്ക് ഇൻഫെക്ഷൻ വരാതിരിക്കാനാണ്. ആ മെത്തേഡുകളൊക്കെ തന്നെയാണ് ഇവിടെ പറയുന്നത്. നോസോകോമിയൽ ഇൻഫെക്ഷനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ, അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു മാർഗമാണ് സാനിറ്റേഷൻ. എല്ലാവരും തന്നെ ചെയ്തിട്ടുണ്ടാവും. സാനിറ്റൈസറും സാനിറ്റേഷനും ഫെമിലിയർ ആയിട്ടുള്ള കാര്യമാണ് നമുക്ക്. എന്താണ് സാനിറ്റേഷൻ എന്ന് പറയുന്നത്?
Hospital must have a sanitation protocol. ഈ ഹോസ്പിറ്റലില് ഒരു സാനിറ്റേഷൻ പ്രോട്ടോകോൾ തീർച്ചയായിട്ടും വേണം കേട്ടോ. എന്തുമായിട്ട് ബന്ധപ്പെട്ട കൺസേണിങ് ബന്ധപ്പെട്ട് യൂണിഫോംസ് ആയിട്ട്, എക്യുപ്മെന്റ്സ് ആയിട്ട് ബന്ധപ്പെട്ട്, സ്റ്റെറിലൈസേഷൻ, വാഷിംഗ് ആൻഡ് അതർ പ്രിവെന്റീവ് മെഷേഴ്സ്, വാഷിംഗ്, മറ്റുള്ള പ്രതിരോധ നടപടികള്, ഇത് ആയി ബന്ധപ്പെട്ടെല്ലാം ഒരു സാനിറ്റേഷൻ പ്രോട്ടോകോൾ വേണം. ഇന്ന രീതിയിൽ ഇതിലേക്ക് ആയിരിക്കണം എന്നുള്ളൊരു പ്രോട്ടോകോള് ഹോസ്പിറ്റലില് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. Hand washing and or use of alcoholic rubbers by all medical personnel before and after each patient contact is one of the most effective way to fight nosocomial infection. ഒന്നാണ്ട് ലൈക്ക് ചെയ്തിട്ട് ഇവിടെ നോസോകോമിയൽ ഇൻഫെക്ഷനെ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ഫലപ്രദമായിട്ടുള്ള മാർഗമാണ് ഏത്? ഹാൻഡ് വാഷിംഗ് and or use of alcoholic rubbers. നമ്മൾ ചെയ്യാറില്ലേ? ഹാൻഡ് വാഷ് ചെയ്യാറില്ലേ അല്ലെ? ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സ് ഒക്കെ നമുക്ക് ഈ ചാപ്റ്ററിൽ ലാസ്റ്റ് പഠിക്കാനുണ്ട് കേട്ടോ. അത് പ്രാക്ടിക്കൽ പോലെ ഞാൻ ക്ലാസ്സിൽ ചെയ്യിക്കാം. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചെയ്യാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, തറോ ഹാൻഡ് വാഷിംഗ് നമുക്ക് ഒരു മാർഗം, ഈ ഇൻഫെക്ഷൻ നമ്മളിലേക്ക് വരാതിരിക്കാൻ ഒരു തറോ നല്ലവണ്ണം മുഴുവനായിട്ടും അല്ലെ, നമ്മൾ നന്നായിട്ട് വെറുതെ ഒരു ടാപ്പിന്റെ അടിയിൽ കൈ ഇങ്ങനെ കാണിച്ച് ഓടിപ്പോന്നാ പോരാ. അത് എന്താ പറയാ, ഹാൻഡ് വാഷിംഗ് പ്രോപ്പർ ആയിട്ടുള്ള ഹാൻഡ് വാഷിംഗ് അല്ല. ഇതിന് പല സ്റ്റെപ്സുകളുണ്ട്. നമുക്കത് ലാസ്റ്റ് നോക്കാം. അവിടെ ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഒരു കുറച്ച് പിക്ചറും കുറച്ച് ഇതായിട്ട് കൊടുത്തേക്കുണ്ട് കണ്ടോ. ഇത് നമുക്ക് ചെയ്യാം കേട്ടോ, ഇവിടെ ക്ലാസ്സിൽ ചെയ്യാം ചാപ്റ്റർ കഴിയും. ഇനി അപ്പൊ നമുക്ക് ഇവിടെ പറഞ്ഞത് നന്നായിട്ട് ഹാൻഡ് വാഷ് ചെയ്യുക, അത് തറോ ഹാൻഡ് വാഷിംഗ്. അല്ലെങ്കിൽ എന്താ പറഞ്ഞേക്കുന്നത്? ഓർ യൂസ് ആൽക്കഹോളിക് റബ്സ്. ആൽക്കഹോളിക് റബ്സ് എന്ന് പറഞ്ഞാൽ ആൽക്കഹോൾ കണ്ടന്റ് ഉള്ളത് സാനിറ്റൈസർ ഒക്കെ അല്ലെ. സാനിറ്റൈസർ ഉപയോഗിക്കാൻ അത് കത്ത് പിടിക്കൂലേ സാനിറ്റൈസർ അല്ലെ? ആൽക്കഹോൾ കണ്ടന്റ് ഉള്ളതാണ് അത്. നമുക്ക് കയ്യിലൊക്കെ ഇതാവുമ്പോഴത്തേക്കും എല്ലാവരും അപ്ലൈ ചെയ്തിട്ടാണല്ലേ സാനിറ്റൈസർ. ഒരു നല്ലൊരു തണുപ്പും ഇതൊക്കെ കിട്ടുന്ന ഇതുപോലെ തോന്നൂല്ലേ നമുക്ക് ഇത് കയ്യില് സ്പ്രേ ചെയ്യുമ്പോ തന്നെ അല്ലെ? അപ്പൊ രണ്ട് രീതിയാണ് അവിടെ പറഞ്ഞേക്കുന്നത്. ഒന്നുകിൽ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാൻ നന്നായിട്ട് കൈ കഴുകുക, അല്ലെങ്കിലോ ഓർ യൂസ് ഓഫ് ആൽക്കഹോളിക് റബ്സ്. ആൽക്കഹോളിക് റബ് എന്ന് പറഞ്ഞാൽ ആൽക്കഹോളിക് കണ്ടന്റ് ഉള്ളത്, അതായത് സാനിറ്റൈസർ. അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. മെഡിക്കൽ പേഴ്സണൽ, മെഡിക്കൽ സ്റ്റാഫുകള് എപ്പോഴും ബിഫോർ ആൻഡ് ആഫ്റ്റർ ഈച്ച് പേഷ്യന്റ് കോണ്ടാക്ട്, ഓരോ പേഷ്യന്റിനെയും കോണ്ടാക്ട് ചെയ്യുന്നതിന് മുന്നും ശേഷവും ഒന്നില്ലെങ്കിൽ തറോ ഹാൻഡ് വാഷ് ചെയ്യുക, അല്ലെങ്കിൽ ആൽക്കഹോളിക് റബ്സ് അല്ലെങ്കിൽ ഈ നമ്മുടെ എന്താണ് സാനിറ്റൈസർ പോലുള്ള കാര്യങ്ങളും ഉപയോഗിക്കാം. അത് ഈ നോസോകോമിയൽ ഇൻഫെക്ഷനെ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗമാണ്. നിങ്ങൾ ആ സമയത്ത് കൊറോണയുടെ ടൈമിലൊക്കെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അറിയാലേ, ഡോക്ടർമാരൊക്കെ നമ്മൾ നോക്കുന്നതിനേക്കാൾ മുന്നേ സാനിറ്റൈസർ ചെയ്യും അല്ലെ? അത് കഴിഞ്ഞ് നമ്മളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ പിന്നെയും സാനിറ്റൈസർ ചെയ്യാറില്ലേ? എന്താ, അവര് പല പേഷ്യൻസിനെ നോക്കുന്ന, അവരിൽ നിന്ന് ഇൻഫെക്ഷൻ നമ്മളിലേക്ക് വരാതിരിക്കാൻ അല്ലെ? അല്ലെങ്കിൽ നമ്മളിലുണ്ടെങ്കിലും അവരിലേക്കും ഇൻഫെക്ഷൻ പരസ്പരം സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഹെൽത്ത് കെയർ സ്റ്റാഫ്സ്, മെഡിക്കൽ പേഴ്സണൽസ് ഓരോ പേഷ്യന്റിനെയും നോക്കുന്നതിന് മുന്നും ശേഷവും ഒന്നില്ലെങ്കിൽ ഹാൻഡ് വാഷ് ചെയ്യും, അല്ലെങ്കിൽ സാനിറ്റൈസ് ചെയ്യും. Then, sanitizing surface is part of control measure to reduce nosocomial infection. അവിടെ ടെക്സ്റ്റ് ഒന്ന് നോക്കി നിങ്ങള്. റെഡ്യൂസ്, ലെസൺ രണ്ട് പേര് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം മതി. റെഡ്യൂസ് എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക, ലെസൺ എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക. രണ്ടും സെയിം മീനിങ് തന്നെയാണ് കേട്ടോ. ടെക്സ്റ്റിൽ ഏതെങ്കിലും ഉണ്ടോന്ന് നോക്കുക, രണ്ട് വേർഡും അതിൽ ഏതെങ്കിലും ഒരെണ്ണം മതി. ഫൈറ്റ്. Sanitizing surface is the part of controlling measure to reduce nosocomial infection. Nosocomial infection reduce ചെയ്യാൻ, കുറയ്ക്കാനുള്ള ഒരു മാർഗമാണ് സാനിറ്റൈസിങ് സർഫസ് അല്ലെ? നമ്മുടെ സർഫസ് ചുറ്റുപാടും ഒക്കെ നമ്മൾ സാനിറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻഫെക്ഷൻ കുറയ്ക്കാൻ പറ്റും. ആൻഡ് ഇൻ ഹെൽത്ത് കെയർ എൻവയോൺമെന്റ്
Notwithstanding sanitation protocol, അല്ലെങ്കിൽ despite sanitation protocol, sanitation protocol ഉണ്ടായിരുന്നിട്ട് കേട്ടോ. Notwithstanding എന്നുള്ളത് despite എന്നാക്കിയാലും മതി. ഒറ്റ വേർഡ് despite, DESPITE, despite sanitation protocol. Sanitation protocol ഉണ്ടായിരുന്നിട്ട് എന്താ, patients cannot be completely isolated from communicable agents. ഇപ്പൊ ഹോസ്പിറ്റലില് നല്ലൊരു സാനിറ്റേഷൻ പ്രോട്ടോകോൾ ഉണ്ടായിരുന്നിട്ട് പോലും നമുക്ക് ഈ പേഷ്യൻസിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഐസൊലേറ്റ് ചെയ്ത് നിർത്താൻ അല്ലെങ്കിൽ മാറ്റാൻ പറ്റിയിട്ടില്ല ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കബിൾ ഏജൻസിൽ നിന്നും, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും നമുക്ക് ഈ പ്രശ്നം മാറ്റി നിർത്താൻ പറ്റിയിട്ടില്ല. ഓക്കെ, അവിടെ നിങ്ങളുടെ ടെക്സ്റ്റിൽ അങ്ങനെയാണോ കിടക്കുന്നത്? നോട്ട് വിത്ത് സ്റ്റാൻഡിങ് ആണോ? അങ്ങനെയാണെങ്കിൽ നോട്ട് വിത്ത് സ്റ്റാൻഡിങ് ആണോ? അല്ല, ഡെസ്പൈറ്റ് തന്നെയല്ലേ? ഓക്കെ, ഡെസ്പൈറ്റ് സാനിറ്റേഷൻ പ്രോട്ടോകോൾ. ഓക്കെ, സാനിറ്റേഷൻ പ്രോട്ടോകോൾ ഉണ്ടായിരുന്നിട്ട് പോലും നമുക്ക് ഈ പേഷ്യൻസിനെ പൂർണ്ണമായിട്ടും ഇങ്ങനെ ഇൻഫെക്ഷനിൽ വരുന്നതിൽ നിന്ന് നമുക്ക് മാറ്റി നിർത്താൻ പറ്റിയിട്ടില്ല. ഐസൊലേറ്റഡ് ഒറ്റപ്പെട്ട് നിർത്താൻ, അല്ലെ, കമ്മ്യൂണിക്കബിൾ ഏജൻസിൽ നിന്ന് മാറ്റി നിർത്താൻ നമുക്ക് പൂർണ്ണമായിട്ടും പറ്റിയിട്ടില്ല. Then, moreover, patients are offered advised to make antibiotics and other antimicrobial drugs to help treat illness. നിങ്ങൾ കഴിക്കാറില്ലേ ആന്റിബയോട്ടിക്സ് ഒക്കെ കഴിക്കാറില്ലേ? എന്തെങ്കിലും രോഗങ്ങൾ വരുമ്പോൾ ഡോക്ടർ ഒരു ആന്റിബയോട്ടിക് എഴുതും. അത് കണ്ടിന്യൂസ് നമ്മൾ ഒരാഴ്ച 5 ദിവസം, മിക്കവാറും 5 ദിവസമൊക്കെ പറയുന്നത് അല്ലെ. ആന്റിബയോട്ടിക്സും അതുപോലെ ആന്റിമൈക്രോബിയൽ ഡ്രഗ്സ് അതൊക്കെ നമ്മൾ ഈ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് കഴിക്കുന്നുണ്ട്. എന്തിന് ഹെൽപ്പ് ചെയ്യും? This may enlarge the selection pressure for the emergence of resistant strain. അപ്പൊ നമ്മൾ ഈ രോഗങ്ങള് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ആന്റിബയോട്ടിക്സും ആന്റിമൈക്രോബിയൽ ഡ്രഗ്സും ഒക്കെ കഴിക്കുന്നത് എന്തിന് കാരണമാകും? അങ്ങനെ വരുമ്പോൾ അത് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ റെസിസ്റ്റൻസ് പവർ എന്ത് ചെയ്യുന്നു? വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നു, അല്ലെ? നമുക്ക് പെട്ടെന്ന് അസുഖങ്ങളൊന്നും വരാതെ ആ അതിനല്ലേ ആന്റിബയോട്ടിക് തന്നത് ഡോക്ടർ. നമ്മുടെ ഇങ്ങനെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ആന്റിബയോട്ടിക്സ് തരുന്നത് നമ്മൾ അത് കഴിക്കുമ്പോൾ നമ്മുടെ റെസിസ്റ്റൻസ് സ്ട്രെയിൻ, നമ്മുടെ റെസിസ്റ്റൻസ് പവറിനെ വർദ്ധിപ്പിക്കാനായിട്ട് കാരണമാകും. എല്ലാം ചെയ്യാന്ന് വെച്ചാൽ വർദ്ധിപ്പിക്കുക, എല്ലാം ചെയ്യാന്ന് വെച്ചാൽ വർദ്ധിപ്പിക്കുക. ഓക്കെ, അതിനകത്തുനിന്ന് ആ സെന്റൻസ് ഒന്ന് നോട്ട് ചെയ്തിടാം കേട്ടോ. ഫസ്റ്റ് സെന്റൻസും സെക്കൻഡ് സെന്റൻസും ആ പാരഗ്രാഫിൽ നിന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേരെ. ഓക്കെ, ബാക്കി ഒന്ന് മനസ്സിലാക്കി വെക്കാം. എന്താണ് സാനിറ്റേഷൻ എന്ന് പറയുന്നത്? ഹോസ്പിറ്റലിൽ ഒരു സാനിറ്റേഷൻ പ്രോട്ടോകോൾ വേണം. നിർബന്ധമായിട്ടും ഹോസ്പിറ്റലിൽ തീർച്ചയായിട്ടും ഒരു സാനിറ്റേഷൻ പ്രോട്ടോകോൾ ഹോസ്പിറ്റലിൽ വേണം. എന്തുമായി ബന്ധപ്പെട്ട? യൂണിഫോമായി ബന്ധപ്പെട്ട എക്യുപ്മെന്റ്സ്, സ്റ്റെറിലൈസേഷൻ, വാഷിംഗ് ആൻഡ് അതർ പ്രിവെന്റീവ് മെഷേഴ്സ്, ഇതൊക്കെയായി ബന്ധപ്പെട്ട് ഒരു സാനിറ്റേഷൻ പ്രോട്ടോകോൾ വേണം. ഇനി അവിടെ നമ്മൾ ഈ നോസോകോമിയൽ ഇൻഫെക്ഷനെ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ഫലപ്രദമായ മാർഗം എന്ന് പറയുന്നത് ഏതാണ്? തറോ ഹാൻഡ് വാഷിംഗ്, മുഴുവനായിട്ടും നന്നായിട്ടുള്ള ഹാൻഡ് വാഷിംഗോ അല്ലെങ്കിൽ ആൽക്കഹോളിക് സാനിറ്റൈസർ ഉപയോഗിക്കുന്നതാണ് ഈ നോസോകോമിയൽ ഇൻഫെക്ഷനെ ഫൈറ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട മാർഗം എന്ന് പറയുന്നത്. ഇനി സാനിറ്റൈസ് ചെയ്യുന്ന ഒരു സർഫസ് എന്ന് പറയുന്നത് എന്താണ്? ഈ നോസോകോമിയൽ ഇൻഫെക്ഷനെ കുറയ്ക്കാനുള്ള ഒരു കാര്യമാണ്. ഹെൽത്ത് കെയറില് എൻവയോൺമെന്റില് നമുക്ക് എന്താണ് ഈ സാനിറ്റൈസിങ് സർഫസ് എന്ന് പറയുന്നത് ഈ നോസോകോമിയൽ ഇൻഫെക്ഷനെ റെഡ്യൂസ് ചെയ്യാൻ, അല്ലെ, കുറയ്ക്കാൻ ഉള്ളൊരു മാർഗമാണ്. ഈ ഹോസ്പിറ്റലിൽ ഒരു നല്ലൊരു സാനിറ്റേഷൻ പ്രോട്ടോകോൾ ഉണ്ടായിരുന്നിട്ടും നമുക്ക് എന്താണ് ഈ കമ്മ്യൂണിക്കബിൾ ഏജൻസിൽ നിന്ന് പേഷ്യന്റിനെ പൂർണ്ണമായി നമുക്ക് ഒറ്റപ്പെട്ട് നിർത്താൻ പറ്റിയിട്ടില്ല. അതായത് ഇനി ചിലപ്പോ ഈ ഡോക്ടേഴ്സ് പേഷ്യൻസിനോട് ആന്റിബയോട്ടിക്കും ആന്റിമൈക്രോബിയൽ ഡ്രഗ്സും ഒക്കെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുമ്പോൾ എന്താണ് അത് പേഷ്യൻസിന്റെ രോഗപ്രതിരോധ ശേഷി, അല്ലെ, റെസിസ്റ്റൻസ് സ്ട്രെയിനിനെ വർദ്ധിപ്പിക്കാൻ കാരണമാകും. ഫസ്റ്റ് സെന്റൻസും സെക്കൻഡ് സെന്റൻസും അണ്ടർലൈൻ ചെയ്തില്ല. ഇനി അടുത്തതാണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. സ്റ്റെറിലൈസേഷൻ
സ്റ്റെറിലൈസേഷൻ നമ്മൾ CSSD-ലൊക്കെ പഠിച്ചില്ലേ? സ്റ്റെറിലൈസേഷൻ ഒക്കെ, സ്റ്റെറിലൈസ് ചെയ്യുന്നതിന്റെ ഗുണങ്ങളോ ഒക്കെ, എക്യുപ്മെന്റ്സ് ഒക്കെ അല്ലേ? സ്റ്റെറിലൈസേഷൻ goes further than just sanitizing. എന്താ, നമ്മൾ ജസ്റ്റ് ഒന്ന് സാനിറ്റൈസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി അപ്പുറമാണ് അല്ലെ? കുറച്ചും കൂടി നല്ലതാണ് ഇത് സ്റ്റെറിലൈസേഷൻ. ഒരു എക്യുപ്മെന്റ് എടുത്തു, നമ്മൾ സാനിറ്റൈസർ എടുത്ത് അത് സാനിറ്റൈസ് ചെയ്യുന്നതാണോ അത് സ്റ്റെറിലൈസ് ചെയ്തെടുക്കുന്നതാണോ കുറച്ചും കൂടി നല്ലത്? ഏതായിരിക്കും കുറച്ചും കൂടി നല്ലത്? സ്റ്റെറിലൈസേഷൻ ആണോ സാനിറ്റൈസേഷൻ ആണോ? ഏതാ? സ്റ്റെറിലൈസ് ചെയ്തെടുക്കുന്നത് തന്നെയല്ലേ? സ്റ്റെറിലൈസ് ചെയ്തെടുക്കുന്നതാണ്. നമ്മൾ പറഞ്ഞില്ലേ, ഈ ഓട്ടോക്ലേവ് ഒക്കെ പഠിച്ചില്ലേ? അതിനകത്ത് ഓട്ടോക്ലേവ് ഇതിനകത്തൊക്കെ നമ്മൾ 121 ഡിഗ്രി സെൽഷ്യസിലാണ്, നമ്മുടെ ടെമ്പറേച്ചറിലാണ് ഇത് എക്യുപ്മെന്റ്സ് സ്റ്റെറിലൈസ് ചെയ്തെടുക്കുന്നത് അല്ലെ? എല്ലാം ഒറ്റ മൈക്രോബ്സ് ഉണ്ടാവില്ല, എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്ത് കളയും. അതാണ് ഇവിടെ പറഞ്ഞേക്കണത്. സ്റ്റെറിലൈസേഷൻ ഗോസ് ഫർദർ ദാൻ ജസ്റ്റ് സാനിറ്റൈസിങ്. അതായത് സാനിറ്റൈസിനും അപ്പുറമാണ് സ്റ്റെറിലൈസേഷൻ. സാനിറ്റൈസ് ചെയ്യുന്നതിനേക്കാളും അപ്പുറമാണ്, അതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഡിസ്ട്രോയ് ഓൾ മൈക്രോബ്സ് ഓൺ ദ എക്യുപ്മെന്റ് അല്ലെ? എക്യുപ്മെന്റ്സിനകത്തുള്ള നമ്മൾ എടുക്കുന്ന ഉപകരണങ്ങളിലുള്ള എല്ലാ മൈക്രോബ്സിനെയും ഈ സ്റ്റെറിലൈസേഷൻ വഴി എന്ത് ചെയ്യുന്നു? ഡിസ്ട്രോയ് ചെയ്യും, നശിപ്പിച്ചു കളയുന്നു. സർഫസ് through exposure to chemicals. അത് പല സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ആണ് പറഞ്ഞേക്കണേ. കെമിക്കൽ സ്റ്റെറിലൈസേഷൻ, അയണൈസിംഗ് റേഡിയേഷൻ, ഡ്രൈ ഹീറ്റ്, സ്റ്റീം അണ്ടർ പ്രഷർ, ഇതൊക്കെ പല സ്റ്റെറിലൈസേഷൻ മെത്തേഡുകളാണ്. അപ്പൊ ഇങ്ങനെ ഈ സ്റ്റെറിലൈസ് ചെയ്യുന്നത് എന്താണ്? എല്ലാ മൈക്രോബ്സിനെയും, ഇക്വിപ്മെന്റ്സിലുള്ള എല്ലാ, അല്ലെങ്കിൽ ഏതെങ്കിലും സർഫസിലുള്ള എല്ലാ മൈക്രോബ്സിനെയും ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് ഈ സ്റ്റെറിലൈസേഷൻ മെത്തേഡിലൂടെ സാധിക്കും. അത് പല രീതിയിലുള്ള സ്റ്റെറിലൈസേഷൻ ആണ് അവിടെ പറഞ്ഞേക്കുന്നത്. കെമിക്കൽ വഴി, അയണൈസിംഗ് റേഡിയേഷൻ, ഡ്രൈ ഹീറ്റ് ഓർ സ്റ്റീം വഴി, സ്റ്റീം അണ്ടർ പ്രഷർ, ഈ രീതിയിലൂടെയൊക്കെ സ്റ്റെറിലൈസേഷൻ വഴി മൈക്രോബ്സിനെ ഡിസ്ട്രോയ് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തൊരു മെത്തേഡാണ് ഐസൊലേഷൻ എന്ന് പറയുന്നത്. ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മാറ്റി നിർത്തുക, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് നിർത്തുക. ആ പേഷ്യന്റിനെ വേറെ ആരുമായിട്ടൊന്നും അധികം കോണ്ടാക്ട് ചെയ്യാത്ത രീതിയിൽ ഒരു ഐസൊലേറ്റഡ് റൂമില് ഒറ്റപ്പെട്ട് നിർത്തുക. ഓക്കെ, isolation is the application of isolating precaution designed to transmit microbes by common routes in hospital. ഹോസ്പിറ്റലിലുള്ള സാധാരണ വഴികളിലൂടെ ഈ മൈക്രോബ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് തടയാൻ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഐസൊലേഷൻ എന്ന് പറയുന്നത്. ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒറ്റപ്പെട്ട് നിർത്തുക, അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തുക എന്നുള്ളതാണ്. ഹോസ്പിറ്റലിലുള്ള സാധാരണ വഴികളിലൂടെ ഈ സൂക്ഷ്മാണുക്കൾ പകരുന്നത് തടയാൻ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഇത് ഐസൊലേഷൻ. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. Dash is the application of isolating precaution designed to transmit microbes by common routes in hospital. ഏതാണ് isolation? മാറ്റി നിർത്തുക, ഒറ്റപ്പെട്ട് നിർത്തുക. Because the agents and host factor are more difficult to control. ഈ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന ഏജൻസ്, host factor എന്ന് പറയുന്നത് നമുക്ക് നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുള്ള സമയത്ത് ഇന്ററപ്ഷൻ എന്ന് വെച്ചാൽ തടസ്സപ്പെടുത്തുക. ഈ ട്രാൻസ്ഫർ ഓഫ് മൈക്രോബ്സിന്റെ ട്രാൻസ്ഫർ തടസ്സപ്പെടുത്തുന്നത് ഏത് വഴിയാണ്? ഈസ് ഡയറക്ട്ലി ബൈ ട്രാൻസ്മിഷൻ വഴിയാണ് ഈ മൈക്രോബ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത് തടസ്സപ്പെടുത്തുന്നത്. എന്താ പറഞ്ഞേക്കുന്നത്? ഇപ്പൊ ഈ ഹോസ്പിറ്റലിലുള്ള സാധാരണ മാർഗങ്ങളിലൂടെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് തടയാൻ വേണ്ടി കൽപ്പന ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഐസൊലേഷൻ എന്ന് പറയുന്നത്. അതായത് മാറ്റി നിർത്തുക, അവരെ ഒറ്റപ്പെട്ട് നിർത്തുക. ബിക്കോസ് എന്തുകൊണ്ടാണ്? കൺട്രോൾ, അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ഏജൻസ് അല്ലെങ്കിൽ ഹോസ്റ്റ് ഫാക്ടർ, അതിന് ഘടകങ്ങള്, ഇതൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ എന്താ? മൈക്രോബ്സിന്റെ മൈക്രോബ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത് തടസ്സപ്പെടുത്തുന്നത് പ്രധാനമായിട്ടും ട്രാൻസ്മിഷൻ വഴിയാണ്.
നമുക്ക് അവരെന്താ എങ്ങനെ നമുക്ക് അതിൽ മാറ്റാം, മൈക്രോബ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റും? ഐസൊലേഷൻ എന്ന് പറഞ്ഞ രീതിയിലൂടെ നമുക്ക് മാറ്റാൻ പറ്റും. എക്സാമ്പിൾ, ഐസൊലേഷൻ ഓഫ് ഇൻഫെക്ഷ്യസ് കേസസ് ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ ഈ ഹോസ്പിറ്റലിൽ തന്നെ ഇൻഫെക്ഷൻ ഉള്ള ആളുകളെ ഐസൊലേറ്റ് ചെയ്ത് നിർത്തുക എന്നുള്ളത്, അതായത് ഒറ്റപ്പെട്ട് നിർത്തുക, വേറെ ആരുമായിട്ടും അധികം മിങ്കിൾ ചെയ്യാത്ത രീതിയിൽ അവരെ ഒറ്റപ്പെട്ട് നിർത്തുക. എന്താ നമുക്ക് എന്തിനു വേണ്ടി അങ്ങനെ? വേറെ ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒന്നും സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ ഐസൊലേറ്റ് ചെയ്ത് നിർത്തും, ഒറ്റപ്പെട്ട് നിർത്തും. നമ്മള് ഈ എന്താ പേഷ്യൻസിനെയൊക്കെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് തടയാൻ വേണ്ടിയിട്ടാണ്. ഐസൊലേറ്റഡ് വാർഡ്സ്, ഓക്കെ, ശരിയാണ്, ഹോസ്പിറ്റലിൽ ഉണ്ട് അല്ലെ, ഐസൊലേറ്റഡ് വാർഡ്സ് ഉണ്ട്. അപ്പൊ അവരെ അധികം പുറത്തേക്ക് ഇറക്കാതെയും ഒക്കെ അല്ലെ നമുക്ക് അവരെ എന്താ പറയാ ഒറ്റപ്പെട്ട് നിർത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. ഫസ്റ്റ് സെന്റൻസ് അതിനകത്തും അണ്ടർലൈൻ ചെയ്താൽ മതി. ഡാഷ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ്, അത് കണ്ടാൽ തന്നെ അറിയാം, ഐസൊലേഷൻ. പിന്നെ അടുത്തൊരു കാര്യമാണ് ഹാൻഡ് വാഷിങ്. നമ്മൾ എപ്പോഴും ചെയ്യാറുണ്ട് അല്ലേ ഹാൻഡ് വാഷിങ്. അതും ഇൻഫെക്ഷനെ തടയാനുള്ള ഒരു മാർഗമല്ലേ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സോപ്പ് ഒക്കെ ഉപയോഗിച്ച്, സോപ്പ് സൊല്യൂഷൻ ഒക്കെ ഉപയോഗിച്ച് കൈ കഴുകിക്കൊണ്ടിരിക്കുക. അഥവാ നമ്മൾ എവിടെയെങ്കിലൊക്കെ പിടിക്കുമ്പോഴോ ഒക്കെ എന്തെങ്കിലും ഇൻഫെക്ഷൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് നേരെ നോക്കി കാണാൻ പറ്റില്ല അല്ലെ, ഇൻഫെക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ ഇടയ്ക്ക് നമ്മുടെ സോപ്പൊക്കെ ഉപയോഗിച്ച് നമ്മൾ കൈ കഴുകുക. നമ്മള് പുറത്ത് പോയി വന്നതിന് ശേഷമാണെങ്കിലും നമ്മളൊന്ന് കൈ നല്ല സോപ്പൊക്കെ ഉപയോഗിച്ചൊക്കെ നന്നായിട്ട് കൈ കഴുകുക അല്ലേ. അതൊക്കെ നമുക്ക് ഒരു പരിധി വരെ ഇങ്ങനെയുള്ള ഇൻഫെക്ഷനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മൾ എവിടെയെങ്കിലും പുറത്ത് പോയി വന്നാൽ അപ്പൊ തന്നെ ഭക്ഷണം എടുത്ത് കഴിക്കാനൊന്നും പാടില്ല അല്ലെ. നമ്മൾ ആദ്യം തന്നെ നമ്മുടെ കൈ എന്ന് വെച്ചാൽ എന്താ, കൂടുതൽ നമ്മളെ എല്ലാ കാര്യങ്ങളും എടുക്കുന്നത് കൈ കൊണ്ടല്ലേ, പെട്ടെന്ന് നമ്മൾ ഓരോ എന്തെങ്കിലും സാധനങ്ങൾ എടുക്കുന്നതും ഒക്കെ. അപ്പൊ അതിനകത്ത് വല്ല ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ കൈകളിലേക്കാണ് ആദ്യം വരുന്നത്. എന്നിട്ട് ആ കൈ നമ്മൾ വായിലേക്ക് കൊണ്ടുപോകുമ്പോഴോ ഒക്കെയാണ് നമ്മുടെ ഉള്ളിലേക്ക് കൂടുതൽ ഇൻഫെക്ഷൻ വരുന്നത്. അപ്പൊ ഹാൻഡ് വാഷിംഗ് എന്ന് പറയുന്നതും ഈ നോസോകോമിയൽ ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഹാൻഡ് വാഷിംഗ് ഫ്രീക്വന്റ്ലി എന്ന് പറഞ്ഞാൽ എന്താ, ഇടയ്ക്കിടയ്ക്ക് is called the single most prime measures to lessen എന്ന് പറഞ്ഞാൽ എന്താ, റെഡ്യൂസ്, കുറയ്ക്കുക. The risk of transmitting skin microbes from one person to other or from one site to another. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്കോ അല്ലെങ്കിൽ ഒരു സൈറ്റിൽ നിന്ന് മറ്റൊരു സൈറ്റിലേക്കോ ഈ ഇൻഫെക്ഷൻ നമുക്ക് പകരുന്നത്, ട്രാൻസ്മിറ്റ് ചെയ്യുന്ന അപകട സാധ്യത കുറയ്ക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗമാണ് ഏതെന്ന് പറയുന്നത്, ഹാൻഡ് വാഷിംഗ് എന്ന് പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകുക എന്നുള്ളത്. ഹാൻഡ് washing hands as in proper and thorough manner as possible between the patient contact and after contact with the blood, fluids, secretion, excretion, and the equipment articles contaminated by them is the prime factor of infection control and isolation precautions. പ്രോപ്പർ ആയിട്ട് നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യുക എന്നുള്ളത് അതെപ്പോഴാ, നമ്മുടെ പേഷ്യൻസിനെ കോണ്ടാക്ട് ചെയ്യുന്നതിന് മുമ്പും ശേഷവും അല്ലെ. ഇപ്പൊ സ്റ്റാഫുകളിൽ നിന്ന് നമ്മൾ പറഞ്ഞു ഇൻഫെക്ഷൻ നമുക്ക് വരാന്ന് പറഞ്ഞു. അതെങ്ങനെയാ, ഇപ്പൊ പേഷ്യൻസിനെ കോണ്ടാക്ട് ചെയ്ത്, ഇൻഫെക്ഷൻ ഉള്ള ഒരു പേഷ്യന്റിനെ കോണ്ടാക്ട് ചെയ്തിട്ട് ആ കൈ കൊണ്ട് തന്നെ നമ്മൾ പിടിച്ചാൽ നമുക്ക് വരാം അല്ലെ. എന്ന് പറയാൻ ആഫ്റ്റർ കോണ്ടാക്ട്, പേഷ്യന്റ് കോണ്ടാക്ട് ആൻഡ് ആഫ്റ്റർ കോണ്ടാക്ട് വിത്ത് ബ്ലഡ്. പിന്നെ അതുപോലെ ബ്ലഡുമായിട്ടോ അല്ലെങ്കിൽ അവരുടെ ബോഡി ഫ്ലൂയിഡ്സുമായിട്ടോ സെക്രീഷൻസ് ആയിട്ട്, എക്സ്ക്രീഷൻ, യൂറിനോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉള്ള ഇതൊക്കെ ആയിട്ട്, അതുപോലെ തന്നെ എക്യുപ്മെന്റ്സുകള് ഈ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ്, അല്ലെ ആർട്ടിക്കിൾസ്, ഇതെല്ലാം അതിൽ കൂടെയൊക്കെ നമ്മുടെ കൈകളിലേക്ക് ഇൻഫെക്ഷൻ വരാം. അപ്പൊ എന്താണ്, നമുക്ക് ഇങ്ങനെ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഐസൊലേഷൻ പ്രിക്കോഷൻ ആയിട്ട് ഒരു ഈ ഹാൻഡ് വാഷിംഗ് ഒരു പ്രധാനപ്പെട്ട ഒരു മാർഗമാണ്. ഫസ്റ്റ് സെന്റൻസ് അതിൽ അണ്ടർലൈൻ ചെയ്തു വെച്ചിട്ടോ. ഫസ്റ്റ് സെന്റൻസ്. അപ്പൊ ഇത്രയും അതിനകത്ത് പറയുന്നുള്ളൂ. പ്രോപ്പർ ആയിട്ട് നമ്മൾ ഹാൻഡ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഇൻഫെക്ഷനെ നമുക്ക് തടയാൻ പറ്റും. ഇനി അടുത്തതാണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, PPE. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? PPE എക്സ്പാൻഡഡ് ഫോം അവിടെ ചോദിക്കാട്ടോ. എക്സ്പാൻഡ് PPE എന്താ? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്.
PPE consists of items such as gloves. ഏതൊക്കെ PPE കിറ്റ് ഒക്കെ കണ്ടിട്ടുണ്ടാവില്ലേ? ഏതാ PPE എന്ന് പറയുന്നത്? എന്തൊക്കെയാ വരുന്നത്? ഗ്ലൗസുകൾ ഉണ്ട് കയ്യിലിടാൻ, ഗൗണ്, അതുപോലെ ഗൗൺ ഉണ്ട്, ഡ്രസ്സിന്റെ മുകളിലിടുന്ന ഓവർകോട്ട് പോലെ അല്ലെ. പിന്നെ ഐവെയർ, കണ്ണടകള്, കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, ഗോഗിൾസ്, കണ്ണടകൾ, ഐ ഷീൽഡ് ഒക്കെ. യൂസ്ഡ് ടു മേക്ക് ബ്ലോക്കേഡ്നെസ്. ബ്ലോക്കേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടസ്സം, ബ്ലോക്കേഡ്സ് തടസ്സം നിർത്താൻ. ദാറ്റ് പ്രൊട്ടക്ട് ദ സ്കിൻ, ക്ലോത്തിങ്, മ്യൂക്കസ് മെമ്പറൈൻ ആൻഡ് ദ റെസ്പിറേറ്ററി ട്രാക്ട് ഫ്രം ഇൻഫെക്ഷസ് ഏജൻസ്. നമുക്ക് ഇൻഫെക്ഷൻ ഉള്ള ഏജൻസിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമുക്ക് സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാം അല്ലെ. നമ്മൾ ആ ഗൗണുകൾ ധരിക്കുകയാണെങ്കിൽ നമുക്ക് വേറെ ഇൻഫെക്ഷൻ ഒന്നും നമ്മൾക്ക് വരില്ല. പിന്നെ അതുപോലെ തന്നെ ക്ലോത്തിങ്, നമ്മുടെ ഡ്രസ്സുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ. മ്യൂക്കസ് മെമ്പറൈൻ, മ്യൂക്കസ് എന്ന് പറഞ്ഞാൽ ശ്ലേഷ്മം, നമ്മുടെ മൂക്കിലൊക്കെ ഉള്ള ശ്ലേഷ്മ പാളിയില്ലേ, അതാ ശ്ലേഷ്മ പാളി, അത് മ്യൂക്കസ് മെമ്പറൈൻ. ആൻഡ് റെസ്പിറേറ്ററി ട്രാക്ട്, റെസ്പിറേറ്ററി ട്രാക്ട് ശ്വസനനാളം, നമ്മള് ഇൻഫെക്ഷൻ എയർ വായിലേക്ക് ഉള്ളിലേക്ക് എടുക്കൂലേ, അങ്ങനെ ആ ശ്വസനനാളത്തെയൊക്കെ നമുക്ക് ഇൻഫെക്ഷൻ ഉള്ള ഏജൻസിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് PPE നമ്മളെ സഹായിക്കും. ഗ്ലൗസ്, ഗൗൺസ്, മാസ്ക്, അതിനകത്ത് ചോദിക്കാം കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ PPE? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സിൽ വരുന്ന ഏതൊക്കെയാ? ഇവിടെ നമുക്ക് കൊടുത്തേക്കുന്ന എക്സാമ്പിൾ പഠിച്ചു വെക്കാം. ഗ്ലൗസുകൾ വരുന്നുണ്ട്, ഗൗൺസ് വരുന്നുണ്ട്, മാസ്ക് വരുന്നുണ്ട്, ഐ ഷീൽഡ്, ഗോഗിൾസ്, കണ്ണടകള്, കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യാൻ. നമ്മുടെ ഈ PPE കിറ്റ് അല്ലെ, PPE കിറ്റ് ഒക്കെ കണ്ടിട്ടില്ല നിങ്ങൾ? എല്ലാവരും തന്നെ ഇങ്ങനെ ഹെൽത്ത് ഫീൽഡിൽ, ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ഈ കൊറോണ പേഷ്യൻസിനെയൊക്കെ എടുക്കുകയും കൊണ്ടുപോവുക ഒക്കെ ചെയ്യുമ്പോൾ ഫുള്ളൊന്നും കാണാൻ പാടില്ല അല്ലെ. ആ രണ്ട് കുഞ്ഞു കണ്ണ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ, ബാക്കി ഫുള്ള് കവർ ചെയ്തിരിക്കുക. അവർക്ക് എന്താ ഇൻഫെക്ഷൻ അവരിലേക്ക് വരാതിരിക്കാൻ വേണ്ടി പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. ഇട്ടിട്ടുണ്ടോ മഞ്ജുഷ? ഓക്കെ, മഞ്ജുഷ ഇട്ടിട്ടുണ്ടെന്ന്. ഹെൽത്ത് ഫീൽഡിലാണോ വർക്ക് ചെയ്യുന്നേ? അങ്ങനെ ഉപയോഗിച്ചതാണോ അതോ രോഗം വന്നിട്ട് ഇട്ടതാണോ? കൊറോണയുടെ സമയത്തൊക്കെ അങ്ങനെയാണ് പേഷ്യൻസിനെയൊക്കെ നമ്മള് അല്ല. ഓക്കെ, ഇട്ടിട്ടുണ്ട്. അതായത് ഈ സംഭവമൊക്കെ എന്താ ഉദ്ദേശം? നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുക, ഇൻഫെക്ഷൻസ് ഏജൻസിൽ നിന്നും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. അതും നമുക്ക് ഈ നോസോകോമിയൽ ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു മാർഗമാണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. ഇനി അതിന്റെ താഴെ നോക്കി ഗ്ലൗസിന്റെ ഒന്നുകൂടി പറയുന്നുണ്ട്. Kiss and hand washing gloves play a pivotal എന്ന് പറഞ്ഞത് important role, പ്രധാനപ്പെട്ട റോൾ ഉണ്ട് in the possibilities of the transmission of microbes. അല്ലെ, ഹാൻഡ് വാഷിന്റെ ഒപ്പം തന്നെ, അല്ലെ ഹാൻഡ് വാഷിന് പുറമെ, ബിസൈഡ് ഹാൻഡ് വാഷിന്റെ പുറമെ ഈ ഗ്ലൗസും നമുക്ക് ഈ മൈക്രോ ഓർഗാനിസം ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനുള്ള ആ ഒരു സാധ്യത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാർഗമാണെന്ന്. അല്ലെ, എപ്പോഴും നമുക്ക് കൈ എഴുതാൻ പറ്റില്ല, ഈ ഗ്ലൗസ് ഇട്ടാൽ മതി. അപ്പൊ ഡയറക്റ്റ് നമുക്ക് അതിലേക്ക് ടച്ച് ചെയ്യേണ്ടി വരുമല്ലോ. ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഗ്ലൗസ് ഇട്ട് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലേക്ക് നേരെ കോണ്ടാക്ട് വരില്ല. അല്ലെങ്കിലോ നമുക്ക് ഈ ഹാൻഡ് വാഷ് ആണെങ്കിലും ചെയ്യാം. അത് എപ്പോഴും ഡോക്ടേഴ്സ് ഒക്കെ ആ സമയത്ത് ഗ്ലൗസ് അല്ലേ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവും അല്ലേ. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഗ്ലൗസ് ഉപയോഗിച്ചിട്ടായിരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമ്മൾ എടുക്കുമ്പോൾ അതിനകത്ത് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമ്മളിലേക്ക് ഡയറക്റ്റ് ഹാൻഡ് കൊണ്ട് പിടിക്കുകയാണെങ്കിൽ അത് ഈ ഹാൻഡ് വാഷിങ്ങിന് പുറമെ ഗ്ലൗസും ഈ മൈക്രോ ഓർഗാനിസം ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സാധ്യത അതിനെ നമുക്ക് കുറയ്ക്കാനായിട്ട് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു ഗ്ലൗസും ഇതിനൊപ്പം ഈ ഹാൻഡ് വാഷിങ്ങിനൊപ്പം തന്നെ പുറമേ തന്നെ. ഇനിയാണ് അടുത്തത് ആറാമത്തെയാണ് അഡീഷണൽ പ്രിക്കോഷൻസ്. ഏതൊക്കെ നമ്മൾ പറഞ്ഞ പ്രിവെന്റീവ് മെത്തേഡുകൾ ഏതൊക്കെ പറഞ്ഞ? ഫസ്റ്റ് സാനിറ്റേഷൻ പറഞ്ഞു, സാനിറ്റൈസ് ചെയ്യുക എന്നുള്ളത്. രണ്ടാമത്തെ സാനിറ്റേഷന് പുറമെ സ്റ്റെറിലൈസേഷൻ ചെയ്യുക എന്നുള്ള എക്യുപ്മെന്റ്സ് സ്റ്റെറിലൈസ് ചെയ്തെടുക്കാം, അതും ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാനുള്ള കാര്യമാണ്. മൂന്നാമത്തെയാണ് ഐസൊലേഷൻ, ഐസൊലേറ്റ് ചെയ്തെടുക്കാം, പേഷ്യൻസിനെ നമുക്ക് ഒറ്റപ്പെട്ട് അല്ലെങ്കിൽ മാറ്റി നിർത്താം. അടുത്തത് നാലാമത്തെയാണ് ഇത് ഹാൻഡ് വാഷിംഗ് പറഞ്ഞത്, അത് ഇൻഫെക്ഷനെ തടയാനുള്ള ഒരു മാർഗം. അഞ്ചാമത്തെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ധരിക്കുക, PPE ധരിക്കുക എന്നുള്ളത്. PPE കിറ്റില് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അടുത്തതാണ് അഡീഷണൽ പ്രിക്കോഷൻസ്. ഇതിന് പുറമെ നമുക്ക് അഡീഷണൽ ആയിട്ട് കുറച്ച് മുൻകരുതലുകൾ എടുക്കാൻ പറ്റും. ഏതാ? എയർബോൺ പ്രിക്കോഷൻസ്,
droplet precautions, contact precautions or isolation. അങ്ങനെ 3 എണ്ണമാണ് അഡീഷണൽ പ്രിക്കോഷൻസിൽ വരുന്നത്. അത് ഏതൊക്കെയാന്ന് നോക്കണം കേട്ടോ. അഡീഷണൽ പ്രിക്കോഷൻസിൽ വരുന്നത് എയർബോൺ പ്രിക്കോഷൻ, droplet precaution, contact precaution or isolation. എയർബോൺ എന്ന് പറഞ്ഞപ്പോ എന്താ? എയറിൽ വരുന്ന മൈക്രോബ്സിനെ തടയാൻ നമുക്ക് എന്തൊക്കെ മുൻകരുതലുകൾ ചെയ്യാൻ പറ്റും? അതാണ് എയറിൽ വരുന്ന ഇൻഫെക്ഷനെ നമുക്ക് തടയാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും? കണ്ടോ, എയർബോൺ പ്രിക്കോഷൻസ്, വായുവിലൂടെ ഇൻഫെക്ഷൻ വരുന്നത് അത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാൻ പറ്റും? കുറച്ചൊക്കെ സെയിം തന്നെയാട്ടോ പറയണത്. ഫസ്റ്റ് നോക്കിയേ, ഇൻഡിവിജ്വൽ റൂം വിത്ത് സഫിഷ്യന്റ് വെന്റിലേഷൻ. ഒന്നാമത്തെ കാര്യം എന്താ? എയറിൽ കൂടെ ഇൻഫെക്ഷൻ വരുന്നത് തടയാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ഒരു ഇൻഡിവിജ്വൽ റൂം കൊടുക്കാം. അപ്പൊ ആരുമായിട്ട് അധികം കോണ്ടാക്ട് വരുത്താത്ത രീതിയിൽ ഇൻഡിവിജ്വൽ വിത്ത് സഫിഷ്യന്റ് വെന്റിലേഷൻ, നല്ല വെന്റിലേഷൻ ഉള്ള ഒരു ഇൻഡിവിജ്വൽ റൂം കൊടുക്കാം. ദിസ് കൺസിസ്റ്റ് ഓഫ് വെയർ പോസിബിൾ നെഗറ്റീവ് പ്രഷർ ഡോർ ക്ലോസ്. എന്താ വെന്റിലേഷന്റെ കാര്യം പ്രത്യേകം പറയുന്നേ? ഡോർ ക്ലോസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് പ്രഷർ ആണല്ലേ, അല്ലേ? വെന്റിലേഷൻ വേണം. ഒരു അടഞ്ഞൊരു മുറിയിൽ ഒരാളെ കൊണ്ടുവന്ന് ഇരുത്താന്ന് പറഞ്ഞാൽ പറ്റുമോ നമുക്ക്? ഒരു എയർ പോലും അതിന് വെന്റിലേഷൻ ഇല്ലാത്തത് പറ്റൂല. അതൊരു നെഗറ്റീവ് ഒരു പ്രഷറാണ് വന്നേക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ പ്രോപ്പർ ആയിട്ടുള്ള വെന്റിലേഷൻ, സഫിഷ്യന്റ് വെന്റിലേഷൻ ഉള്ള ഒരു ഇൻഡിവിജ്വൽ റൂം കൊടുക്കാം. അത് എയർബോൺ പ്രിക്കോഷനിൽ മതിയാട്ടോ, ഇൻഡിവിജ്വൽ റൂം വിത്ത് സഫിഷ്യന്റ് വെന്റിലേഷൻ. രണ്ടാമത് നോക്കിയേ, ഹൈ എഫിഷ്യൻസി മാസ്ക് ഷുഡ് ബി വോൺ ബൈ ദ സ്റ്റാഫ് ബിഫോർ എൻട്രിങ് ടു ദ റൂം. ഇതെന്താ? ഹൈ എഫിഷ്യൻസിയിലുള്ള മാസ്ക് കൊടുക്കാം. ആർക്ക്? വോൺ ബൈ ദ സ്റ്റാഫ്, സ്റ്റാഫുകളോട് ധരിക്കാൻ പറയാം. ബിഫോർ എൻട്രിങ് ദ റൂം, ആ റൂമിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എന്താണ്? സ്റ്റാഫുകളോട് നല്ല ഹൈ എഫിഷ്യൻസി, എന്താ, നല്ല കാര്യക്ഷമമായിട്ടുള്ള മാസ്കുകളല്ല, N95 പോലുള്ള മാസ്കുകളൊക്കെ ഇല്ലേ, അങ്ങനെ നല്ല എഫിഷ്യൻസിയിലുള്ള മാസ്കുകൾ ധരിക്കാൻ പറയാം. അപ്പൊ ആ സ്റ്റാഫുകള് മാസ്ക് ധരിച്ച് ആ പേഷ്യന്റ് റൂമിലേക്ക് വരുമ്പോൾ ആ സ്റ്റാഫിൽ നിന്നും ഇൻഫെക്ഷൻ, ഹോസ്പിറ്റല് ആ സ്റ്റാഫ് വഴിയുള്ള ഇൻഫെക്ഷൻ നമുക്ക് തടയാൻ പറ്റൂലേ, അല്ലേ? അപ്പൊ എന്നുവെച്ചാൽ നേരിട്ട് എയറിലേക്ക് സംസാരിക്കുമ്പോഴൊന്നും വരുന്നില്ല, ഇൻഫെക്ഷൻ വരൂല. അതുകൊണ്ട് മാസ്ക് ധരിക്കാൻ പറയാം. High efficiency mask should be worn by staff before entering the room. ആ റൂമിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ ഹൈ എഫിഷ്യൻസി മാസ്കുകൾ ധരിക്കുക സ്റ്റാഫുകൾ. ഇനി patient should be kept in the confined room. പേഷ്യൻസിനെ പരിമിതമായിട്ടുള്ള മുറിയിൽ താമസിപ്പിക്കണം. വലിയ റൂം വലിയതൊന്നും കൊടുക്കണ്ട, ഒരു പരിമിതമായിട്ടുള്ള മുറിയില്, വലുതാവും തോറും മറ്റുള്ളവരൊക്കെ ആയിട്ട് അധികം കോണ്ടാക്ട് ചെയ്യാത്ത രീതിയിൽ, അല്ലെ? അവർക്കൊരു പരിമിതമായ മുറിയിൽ താമസിപ്പിക്കാം. ഈ 3 കാര്യങ്ങൾ എയർബോൺ പ്രിക്കോഷൻസിൽ വരുന്ന. എന്താ ഫസ്റ്റ് പറഞ്ഞത്? സഫിഷ്യന്റ് വെന്റിലേഷൻ ഉള്ള ഒരു ഇൻഡിവിജ്വൽ റൂം കൊടുക്കാം. പിന്നെ ഹൈ എഫിഷ്യൻസിയിലുള്ള മാസ്കുകൾ സ്റ്റാഫിനോട് ധരിക്കാൻ പറയാം, അല്ലെ? അല്ലെങ്കിൽ സ്റ്റാഫുകൾ ധരിക്കണം. എന്തിനു മുന്നേ? ആ റൂമിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ, ബിഫോർ എൻട്രിങ് ദ റൂം. കണ്ടോ? ഇത് മൂന്നാമത്തെ പോയിന്റ് എന്താ? പേഷ്യൻസിനെ പരിമിതമായ മുറിയിൽ താമസിപ്പിക്കണം. ഇനി അടുത്തത് ഡ്രോപ്ലെറ്റ് പ്രിക്കോഷൻസ് ആണ്. വായുവിലൂടെ ഇൻഫെക്ഷൻ വരുന്നത് തടയുന്നതിനുള്ള മുൻകരുതലുകൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഫസ്റ്റ് പോയിന്റ് സെയിം തന്നെയാണ്. സെപ്പറേറ്റ് റൂം ഫോർ ദ പേഷ്യന്റ് ഈസ് അവൈലബിൾ. സാധ്യമാണെങ്കിൽ ആ പേഷ്യൻസിന് സെപ്പറേറ്റ് റൂം കൊടുക്കാം. വേറെ ആരുമായിട്ട് അധികം നിങ്ങളില്ലാത്ത രീതിയിൽ അവർക്കൊരു ഒറ്റപ്പെട്ട ഐസൊലേറ്റഡ് റൂം, അല്ലെ? ഒറ്റപ്പെട്ട റൂം കൊടുക്കാം, സെപ്പറേറ്റ് റൂം കൊടുക്കാം. അപ്പൊ ഡ്രോപ്ലെറ്റ്സിൽ കൂടെ ഇൻഫെക്ഷൻ പകരുന്നത് തടയാനോ, അതിനുള്ള മുൻകരുതലാണ് സെപ്പറേറ്റ് റൂം കൊടുക്കാം. പിന്നെ സ്റ്റാൻഡേർഡ് സർജിക്കൽ ഫ്ലാഷ് പ്രൂഫ് മാസ്ക്, നോട്ട് എ ഗോസ് മാസ്ക്. ഗോസ് മാസ്ക് എന്ന് പറഞ്ഞാൽ നെയ്തെടുത്ത മാസ്ക്, തുണിയുടെ മാസ്കുകളില്ലേ, അതല്ലാതെ സ്റ്റാൻഡേർഡ് സർജിക്കൽ ഫ്ലാഷ് പ്രൂഫ് മാസ്ക് ഫോർ ഹെൽത്ത് കെയർ വർക്കേഴ്സ്. ടെക്സ്റ്റിൽ ഉണ്ടോ നോക്കിയേ, ഹെൽത്ത് കെയർ കഴിഞ്ഞ് വർക്കേഴ്സ് കൂടി ഉണ്ട്. ഓക്കെ, ഉണ്ടല്ലേ? ഇവിടെ അതുപോലെ മോളിലെ ഹാൻഡ് വാഷിംഗ് പറഞ്ഞ പോസിബിലിറ്റി ഓഫ് റെഡ്യൂസിംഗ് ഉണ്ടോ നോക്കിയേ, മൈക്രോ ഓർഗാനിസം പകരുന്ന സാധ്യത കുറയ്ക്കാൻ. ആ സെന്റൻസിൽ ഉണ്ട് അവിടെ. ഓക്കെ, ബിസൈഡ് ഹാൻഡ് വാഷിംഗ്, ഗ്ലൗസ്
play a pivotal role in the possibility of reducing, കുറയ്ക്കുക, മൈക്രോ ഓർഗാനിസത്തിന്റെ ട്രാൻസ്മിഷൻ കുറയ്ക്കാനുള്ള ഒരു മാർഗമാണ് ഏത്, ഹാൻഡ് വാഷിങ്ങിന് പുറമെ നമുക്ക് ഗ്ലൗസ് ഇൻഫെക്ഷൻ കുറയ്ക്കാനുള്ള ഒരു മാർഗം അവിടെ ഉണ്ടായിരുന്നില്ലേ, പോസിബിലിറ്റി ഓഫ് റെഡ്യൂസിംഗ് ഉണ്ട് കേട്ടോ ഈ സെന്റൻസ്. ഞാൻ ഇവിടെ നിന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം. നിങ്ങൾക്ക് നോക്കിയാൽ കറക്റ്റ് ആയിട്ട് കുഞ്ഞു കുഞ്ഞു സെന്റൻസ് ഒക്കെ ഇടയ്ക്ക് ഒരു മിസ് ഉണ്ട്. അവിടെ ഈ സെന്റൻസ് കണ്ടില്ലേ ഗ്ലൗസ് എന്നുള്ളത്, അവിടെ ഒന്ന് എഴുതി ചേർത്ത് അങ്ങനെയാണെങ്കിൽ besides hand washing, gloves play a pivotal role in the possibilities of reducing ഉണ്ട്. reducing എന്ന് എഴുതാം കേട്ടോ, REDUCING, reducing transmission of microorganism. മൈക്രോഓർഗാനിസം ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് കുറയ്ക്കാൻ ഈ ഏതിനൊപ്പം തന്നെ ഈ ഹാൻഡ് വാഷിങ്ങിന് പുറമെ ഗ്ലൗസ് ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞത് ഏതാണ്, ഡ്രോപ്ലെറ്റ് പ്രിക്കോഷൻ, വായുവിലൂടെ വായുതുള്ളികളിലൂടെ നമുക്ക് ഇൻഫെക്ഷൻ പകരുന്നത് തടയാനുള്ള മാർഗമാണ് സെപ്പറേറ്റ് റൂം കൊടുക്കുക. പേഷ്യൻസിന് സാധ്യമാണെങ്കിൽ അവർക്കൊരു സെപ്പറേറ്റ് റൂം കൊടുക്കാം. പിന്നെ രണ്ടാമത്തെ പോയിന്റില് സ്റ്റാൻഡേർഡ് സർജിക്കൽ ഫ്ലാഷ് പ്രൂഫ് മാസ്ക്, അതായത് N95 പോലുള്ള സർജിക്കൽ മാസ്കുകളൊക്കെ ഇല്ലേ, അതുപോലെ നല്ല മാസ്കുകള് ആർക്ക് കൊടുക്കണം, ഫോർ ഹെൽത്ത് കെയർ വർക്കേഴ്സ്, ഹെൽത്ത് കെയർ വർക്കേഴ്സിന്, ആരോഗ്യ പ്രവർത്തകർക്ക് അങ്ങനെ നല്ല മാസ്കുകൾ കൊടുക്കണം. ഇനി പേഷ്യന്റ് മൂവ്മെന്റ് ഷുഡ് ബി കൺട്രോൾഡ്, പേഷ്യൻസിന്റെ മൂവ്മെന്റ്സ് കൺട്രോൾ ചെയ്യണമെന്ന്, അതായത് അവരെ ഇഷ്ടംപോലെ ഇറങ്ങി നടക്കാൻ അനുവദിക്കരുത്, പേഷ്യൻസിന്റെ മൂവ്മെന്റ്സ് കൺട്രോൾ ചെയ്യണം. മനസ്സിലായോ, പേഷ്യൻസിന്റെ മൂവ്മെന്റ്സ് കൺട്രോൾ ചെയ്യണം. പേഷ്യൻസ് ഈസ് ഡയറക്റ്റഡ് ടു വിയർ എ സ്റ്റാൻഡേർഡ് സർജിക്കൽ മാസ്ക് whenever he or she leaves the room. ഇനി അവരോട് എന്ത് നിർദ്ദേശിക്കണം, ടു വിയർ, ധരിക്കാൻ, എന്ത് ധരിക്കാൻ, സ്റ്റാൻഡേർഡ് സർജിക്കൽ മാസ്ക് whenever he or she leaves the room. ഇനി അവർക്ക് ഇനി പുറത്തേക്ക് പോകുമ്പോൾ, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിർബന്ധമായിട്ടും എന്ത്, ഈ സ്റ്റാൻഡേർഡ് സർജിക്കൽ മാസ്കുകൾ ധരിക്കാൻ പറയണം. ഡയറക്റ്റഡ് ടു വിയർ സ്റ്റാൻഡേർഡ് സർജിക്കൽ മാസ്ക്. അപ്പൊ വേറെ ആരിൽ നിന്നൊന്നും ഇൻഫെക്ഷൻ അവർക്ക് വരില്ലല്ലോ, അതുകൊണ്ട് patient is directed to wear a standard surgical mask whenever he or she leaves the room. എന്തിനാ, ഇൻഫെക്ഷൻ വരാതിരിക്കാൻ, അല്ലെ, മറ്റുള്ളവരിൽ നിന്നൊക്കെ ഇൻഫെക്ഷൻ വരാതിരിക്കാനായിട്ട് ആ മാസ്ക് ധരിക്കാൻ പറയണം. ഇതാണ് ഡ്രോപ്ലെറ്റ് പ്രിക്കോഷൻസ്. ബാക്കിയൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഏതൊക്കെയായിരുന്നു നമ്മള് പ്രിവെന്റീവ് മെത്തേഡുകൾ നമ്മൾ പറഞ്ഞത്, പ്രിവെന്റീവ് മെത്തേഡുകൾ ഏതൊക്കെയായിരുന്നു, സാനിറ്റേഷൻ അല്ലെ, സാനിറ്റൈസ് ചെയ്യുക എല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ട്. സാനിറ്റേഷൻ എന്ന് പറയുന്നത് നോസോകോമിയൽ ഇൻഫെക്ഷനെ തടയാനുള്ള ഒരു മാർഗമാണ്. രണ്ടാമത്തെ സ്റ്റെറിലൈസേഷൻ. ഇനി ചില എക്യുപ്മെന്റ്സ് ഒക്കെ നമ്മൾ വെറുതെ സാനിറ്റൈസ് ചെയ്തെടുക്കാന്ന് പറഞ്ഞാൽ PPE കിറ്റില് രണ്ടാമതാണ് സ്റ്റെറിലൈസേഷൻ. സാനിറ്റേഷന് അപ്പുറത്താണ് ഏത് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. അത് മൈക്രോ ഓർഗാനിസം സ്പ്രെഡ് ചെയ്യുന്നത് തടയാൻ പറ്റും. അതായത് ആ എടുക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് തന്നെ സ്റ്റെറിലൈസ് ചെയ്തെടുക്കുമ്പോൾ മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാവില്ല അല്ലെ. പിന്നെ അടുത്തതാണ് ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ അവരെ ഒറ്റപ്പെട്ട് നിർത്തുക. പിന്നെ അടുത്തതാണ് ഹാൻഡ് വാഷിംഗ്. പ്രോപ്പറായിട്ട് ഹാൻഡ് വാഷ് ചെയ്യുമ്പോൾ മൈക്രോബ്സിനെ തടയാനുള്ളൊരു മാർഗമാണ്. നമ്മൾ കൈ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ കയ്യിലുള്ള സൂക്ഷ്മാണുക്കളെയൊക്കെ അതിലൂടെ പൊക്കോളും. പിന്നെ അടുത്തതാണ് PPE. PPE കിറ്റിന് വരുന്ന അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. നമുക്ക് PPEയിൽ ഇൻക്ലൂഡ് അല്ലെങ്കിൽ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, PPEയുടെ എക്സ്പാൻഡഡ് ഫോം ചോദിക്കാം. PPE കിറ്റ് അല്ലെങ്കിൽ PPE കൺസിസ്റ്റ് ഓഫ് ഐറ്റംസ്. ഏതൊക്കെ ഐറ്റംസ് ആണ് PPEയിൽ വരുന്നതെന്നുള്ളത് കേട്ടോ. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്, അതിൽ വരുന്ന ഗ്ലൗസ്, ഗൗണ്, മാസ്ക്, ഐവെയർ. 4 നമുക്ക് പഠിക്കാൻ തന്നിട്ടുള്ളൂ. അത് 4 നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി. പിന്നെ അടുത്തത് അതിനകത്ത് അവിടെ ഗ്ലൗസ് പറയണ്ടേ, അതായത് ഹാൻഡ് വാഷിങ്ങിന് പുറമെ ഗ്ലൗസും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഇൻഫെക്ഷൻ മൈക്രോ ഓർഗാനിസം ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന്റെ സാധ്യത കുറയ്ക്കുന്നുണ്ട്. കുറയ്ക്കാൻ ഒരു മാർഗമുണ്ട്, പോസിബിലിറ്റീസ് ഓഫ് റെഡ്യൂസിങ് ട്രാൻസ്മിഷൻ ഓഫ് മൈക്രോ ഓർഗാനിസം. പിന്നെ നമ്മൾ പറഞ്ഞത് ഇത് കൂടാതെ അഡീഷണൽ പ്രിക്കോഷൻസ് ആണ്. എന്തിനുള്ളത്, ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാതിരിക്കാനുള്ള അഡീഷണൽ ആയിട്ടുള്ള മുൻകരുതലുകൾ. എയറിൽ കൂടെ ഇൻഫെക്ഷൻ വരുന്നത്
തടയാനുള്ള മുൻകരുതലുകള്, പിന്നെ ഡ്രോപ്ലെറ്റ്സ് വായു ആ തുള്ളികളിൽ കൂടെ ഇൻഫെക്ഷൻ പകരുന്നത് തടയാനുള്ള കാര്യങ്ങള് അവിടെ വരെ പറഞ്ഞു കേട്ടോ. കോണ്ടാക്ട് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു വെച്ചേക്കാം. നമുക്ക് അറിയാവുന്ന സംഭവങ്ങൾ തന്നെയേ ഉള്ളൂ. നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളതും നമ്മൾ കേട്ടിട്ടുള്ള സംഭവം മാത്രമേ ഉള്ളൂ. ഈ ഇൻഫെക്ഷനെ നമ്മളിലേക്ക് വരുന്നത് തടയാനായിട്ട് എന്തൊക്കെ മാർഗങ്ങൾ ഇതിനകത്ത് പ്രിവെന്റീവ് മെഷേഴ്സിൽ ഉൾപ്പെടുന്ന ഏതെന്ന് ചോദിക്കാം കേട്ടോ. നോസോകോമിയൽ ഇൻഫെക്ഷനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാനുള്ള കുറയ്ക്കാനുള്ള പ്രിവെന്റീവ് മെത്തേഡുകളിൽ ഉൾപ്പെടുന്ന ഏതൊക്കെ ആ പേരുകളും നോക്കി വെക്കണം കേട്ടോ. 6 എണ്ണം വരെ നമ്മൾ പറഞ്ഞ അഡീഷണൽ പ്രിക്കോഷൻസ് വരെയാണ് പറഞ്ഞത്. അത്രയും ഒന്ന് വാങ്ങിച്ചു വെക്കാം. ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം. മോക്ക് ടെസ്റ്റുകളൊക്കെ കൃത്യമായിട്ടൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, നാളത്തെ കാര്യം നിങ്ങൾക്ക് ഇന്ന് ഐശ്വര്യകുട്ടി നിങ്ങൾക്ക് മെസ്സേജ് തരും കേട്ടോ. നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ക്ലാസ് റൂമിലേക്ക് ഇന്നലെ നിങ്ങൾക്ക് മെസ്സേജ് തരാം. ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരും. ഓക്കെ, ചെയ്യൂട്ടോ. ആരും പോകല്ല കേട്ടോ. ടെസ്റ്റ് മാർഗം വെയിറ്റിംഗ് ആണ്. വരും. ഓക്കെ.